Okay, so let's start, right? Okay, you guys ready? Ready ആയോ? So let's start I guess. തുടങ്ങാം. മൈക്ക് പോകുന്നുണ്ടല്ലേ? യെസ്, കുറച്ച് ക്രോപ്പായി പോയി. ശരി തരാം. ഇപ്പം എന്താ അവസ്ഥ?
still micing in the queue. Okay, am I audible? Hello. Yes, okay. Alright, let's start then. So on to our chapter 4, next chapter, Animal Kingdom. Okay, Animal Kingdom is the next chapter. സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ലിവിങ് വേൾഡ് പഠിച്ചു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, എന്നിട്ട് പ്ലാൻ കിങ്ഡം പഠിച്ചു അല്ലേ? പ്ലാൻ കിങ്ഡം വാസ് എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, PDF തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ദ ലാസ്റ്റ് പോർഷൻ ആൻജിയോസ്പേം, ഇറ്റ് വാസ് എ വെരി ബിഗ് ടോപ്പിക് ആൻഡ് നൗ ഇറ്റ്സ് ബീങ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടോപ്പിക്. അത് ഒഴിവാക്കിയിട്ടുണ്ട് ടോപ്പിക്ക്. സോ അതിൽ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ലൈക്ക് യു ഹാവ് ടു ബി കെയർഫുൾ. ലൈക്ക് ആൻജിയോസ്പേമിൽ നിന്ന് ഒരുപാട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇത്രയും കാലം ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. അതായത് ജസ്റ്റ് മാനുവലി സെഗ്രിഗേറ്റ്. ആൻജിയോസ്പേം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് വേണ്ട. ജിംനോസ്പേം ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു അറ്റൻഡ്. ആൻഡ് ബ്രയോഫൈറ്റ്സ്, സ്റ്റെർഡോഫൈറ്റ്സ് അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ആൽഗി ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ആൻജിയോസ്പേം വരുന്ന അധികം ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് എ സിമ്പിൾ ഇൻട്രൊഡക്ടറി പാർട്ട് ഇസ് ഗിവൺ ആൻഡ് ജസ്റ്റ് ദ സൈസസ് ലൈക്ക് ദ വുൾഫിയ, അതുപോലെ യൂക്കാലിപ്റ്റസ് സൈസസ്, അങ്ങനത്തെ ഒരു ചെറിയ ബേസിക് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഡൈക്കോട്ട്സ് എന്താണ്, മോണോക്കോട്ട്സ് എന്താണ്, അങ്ങനത്തെ ഒരു ചെറിയ ബേസിക് ആയിട്ട് മാത്രമേ NCERT-യിൽ, ഈ പുതിയ NCERT, ദ ന്യൂവസ്റ്റ് ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് NCERT-യിൽ പറയുന്നുള്ളൂ. ദ ആൻജിയോസ്പേം പോർഷൻ ഹാസ് ബീൻ റിമൂവ്ഡ് ഓഫ്. സോ ഇനി അടുത്ത് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ഓർ ദ നെക്സ്റ്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം. ഓക്കെ, ആനിമൽ കിങ്ഡം ചാപ്റ്റർ 4. സോ ഇവിടെ നമുക്ക് നോക്കുകയാണ്. ഫസ്റ്റ് സാധനം എന്താ നോക്കിയാൽ ലൈക്ക് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓൺ വാട്ട് ബേസിസ് ഇസ് ദ ഹോൾ ആനിമൽ കിങ്ഡം ബീങ് ക്ലാസിഫൈഡ്? എന്ത് ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുള്ളത്? സോ ഫസ്റ്റ് വൺ, ദ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽ. ഫസ്റ്റ് വൺ, അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽ. ദെൻ ദ ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നോക്കാം, അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽ. അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് എന്ത് രീതിയിലാണ്, ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ലൈക്ക് ഇഫ് ഇറ്റ്സ് ദ ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ്സ് ലൈക്ക് സെല്ലുലാർ അറേഞ്ച്മെൻ്റ് ആണോ, സെല്ലുലാർ അറേഞ്ച്മെൻറ്റിലാണോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ ഉള്ളത്, അല്ലെങ്കിൽ ടിഷ്യൂ സിസ്റ്റം ലെവലാണോ, അല്ലെങ്കിൽ ഓർഗൻ ലെവലാണോ, ഓർഗൻ സിസ്റ്റം ലെവലാണോ, ഇങ്ങനത്തെ ഓരോ ലൈക്ക് ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെ ഓരോ സിസ്റ്റം ഓഫ് അറേഞ്ച്മെൻറ്റ്, ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് സെല്ല് എന്നൊരു ബ്രോഡ് കാറ്റഗറി ക്ലാസിഫിക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ബോഡി സിമെട്രി. ഇഫ് ദ ബോഡി ഈസ് സിമെട്രിക്കലായ ഓർഗാനിസംസ് ഉണ്ട്, അസിമെട്രിക്കലായ ഓർഗാനിസം ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ വാട്ട്? That you can pass through a plane of axis, a single plane, you can pass through it, and it divides the whole body of the organism into two equal halves. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. എന്നെ ഇവിടെ ഒരു പ്ലെയിൻ വെച്ചാൽ ഓൾമോസ്റ്റ് ലൈക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ആർ ഓൾമോസ്റ്റ് ദ സെയിം. ലൈക്ക് കൈയുണ്ട്, കാലുണ്ട്, ഐസ് ആർ ദെയർ, ദെൻ ടീത്ത്, ഇൻക്ലൂഡിങ് ടീത്ത്, ലൈക്ക് 32 ടീത്ത്സിൽ 32 പല്ലിൽ 16 അങ്ങനെ ആയിരിക്കും ചെവി. ദെൻ ഈവൻ ലൈക്ക് ഇന്റേണൽ ഓർഗൻസ് ടു, എല്ലാം ലങ്സ് നമുക്ക് പറയാം, ഹാർട്ട് പറയാൻ പറ്റില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് there's a body symmetry in it, right? Next one, the nature of coelom. What kind of coelom? Like there are two types of coelom there. Not two, exactly two. Like acoelomates are there without any body coelom. Then pseudocoeloms are there. Like coelom is appearing as like patches ആയിട്ട് നമുക്ക് കാണാൻ പറ്റും coelom ബോഡി ക്യാവിറ്റിനകത്ത്. നെക്സ്റ്റ് വൺ ഇസ് ട്രൂ coelom. അതായത് നമ്മുടെ ബോഡി പോലെ ഒരു ട്രൂ സീലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, ദ പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ലൈക്ക് ദ ബ്ലൈൻഡ് സാക്ക് പാറ്റേൺ ഉണ്ട്. ദാറ്റ് മീൻസ് ബോഡി ഹാസ് എ സിംഗിൾ ട്യൂബ്, എ ബ്ലൈൻഡ് ട്യൂബ്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ഓപ്പണിംഗ് ഫോർ ബോത്ത് like ingestion and excretion. A single opening for both ingestion and excretion. That's what we call a blind sac tube. Okay, rest of them is like a tube, a whole body tube. There are two openings for ingestion and excretion. For in our case, there's ingestion through the mouth and ingestion through the anus. So we have two openings there. Next one, the circulatory. Some of them have open circulation, some of them have closed circulation.
വാട്ട്സ് ഇൻ ആ കേസ്? നമ്മുടെ കേസ് എന്താ? വി ഹാവ് നമ്മുടെ ലൈക്ക് ബോഡിക്കകത്ത് വെറുതെ ഫ്ലൂയിഡ് or blood, is it just flowing through the whole body? No, it is confined into certain blood vessels. The blood is confined into the arteries and veins and capillaries. അതുപോലെ ലൈക്ക് ഹാർട്ട് ട്യൂബ്സ് അത് ഹാർട്ടിൽ അങ്ങനെയൊക്കെയാണ് ലൈക്ക് എന്ത് ബ്ലഡ് കിടക്കുന്നത്, സർക്കുലേഷൻ സിസ്റ്റത്തിനകത്താണ് കിടക്കുന്നത്. ഇറ്റ്സ് ഇൻ എ ക്ലോസ് സർക്കുലേഷൻ. ബട്ട് ഇൻ കേസ് ഓഫ് ലൈക്ക് കോക്രോച്ചിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? കോക്രോച്ചിനകത്ത് ദ ഹോൾ ഫ്ലൂയിഡ് സ്പ്രെഡ് അലോങ് ദ ബോഡി. ഓക്കെ, നൗ നെക്സ്റ്റ് ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ ഇത്രയും എന്നല്ല ഇത്രയും നേരമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിച്ചു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. സെയിം കേസ് ആർ ബീങ് അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ആനിമൽ കിങ്ഡം ടു. Then asexual reproduction also by formation of any buds or any types of like asexual spores are also seen here. Then sexual forms are the most common present here. Okay, so these are all the forms. So these are the circulatory and reproductive system being discussed in here. Now what? Now we will talk about the level of organization. Though all members of Animalia are multicellular, all of them do not exhibit the same pattern of organization of cell. ഞാൻ പറഞ്ഞു ഇവിടെ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽ, അതും നമുക്ക് ഓർഗനൈസേഷൻ ഓഫ് സെൽ അതിലേക്ക് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഓക്കെ, സോ ഹൗ ദേ ഫോർ എക്സാമ്പിൾ സ്പോഞ്ചസ് അതായത് നമ്മൾ കടലിൽ ലൈക്ക് പവിഴപ്പുറ്റെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനത്തെ കോറൽസ്, സ്പോഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്പോഞ്ചസ് ദ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ്. ജസ്റ്റ് ഓരോ സെൽസ് റാൻഡംലി സെൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഒരു അറേ കീപ്പ് ചെയ്ത്, ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സ്പോഞ്ചസ്. ഓക്കെ, സ്പോഞ്ചസ് നോക്കൂ, സ്പോഞ്ചസ് ദേ എക്സിബിറ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. Some division of labor occur among the cells. Okay, some division of labor occurs in cells. In cylindroids, arrangement of cells is more complex. So first നമ്മൾ like sponges in case തന്നെ പറയാം. Like ഓരോ സെല്ലിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. Like each cell can ingest its own food. ഓക്കെ, ഒരൊറ്റ സെൽ ഡെവലപ്സ് ആസ് എ സിംഗിൾ ഓർഗാനിസം, ഒരു യൂണിസെല്ലാർ ഓർഗാനിസം പോലെ തന്നെ അത് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് ഇതെന്തിനാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പോഞ്ചസ് ആർ ദ മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം ഓഫ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിലെ മോസ്റ്റ് പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആർ ദ സ്പോഞ്ചസ്. ഓക്കെ, ദേ ആർ ദ ബേസിക് ലെവൽ. കാരണം എന്താ വെച്ചാൽ അവിടെ there are no organs in it, no organ systems, no tissues even, just the cells. എല്ലാ സെൽസും ഒരൊറ്റ സ്ട്രക്ചറിനകത്ത് ഇറ്റ്സ് ജസ്റ്റ് അറേഞ്ച്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്. ആൻഡ് ഈച്ച് സെൽ, അതായത് ഓരോ സെല്ലിനും എന്ത് വേണം? ഫുഡ് വേണം. ആ ഓരോ സെല്ലിനും ഫുഡ് വേണമെങ്കിൽ ആ ഓരോ സെല്ല് തന്നെ കണ്ടുപിടിക്കണം. Okay, that's the main peculiarity in case of sponges. That's what we call the cellular level of organization. I hope you understand cellular level of organization. Next one, some division of labor occur among the cells. In cylindroids, the arrangement of cell is more complex. Here the cells performing same function are arranged into tissues, hence called tissue level of organization. Some cells, അതായത് ചില സെൽസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ സം സെൽസ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ്. ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ഉണ്ടല്ലോ, ആ സെൽസിനെല്ലാം ഒരുമിച്ച് ഒരു ക്ലസ്റ്ററാക്കി ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ദാറ്റ്സ് വാട്ട് വി കോൾ എ ടിഷ്യൂ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഓഫ് സിമിലർ ഫംഗ്ഷൻ ആൻഡ് സിമിലർ അറേഞ്ച്മെൻറ്റ് ആർ കോൾഡ് എ ടിഷ്യൂ. സോ അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി കോൾ എ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദാറ്റ്സ് സീൻ ഇൻ സം cylindroids. Okay, next one, organ system, like organ level of organization. That means certain tissues when combined to form, they form an organ. ഒരു ഓർഗൻ ഫോം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ലൈക്ക് സിമിലർ ഫംഗ്ഷൻസ് ഉള്ള കുറച്ച് ടിഷ്യൂസ് എല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് ഓർഗനാക്കി മാറ്റാൻ പറ്റും. സോ ഈ ഓർഗൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഓർഗൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ലൈക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ, ഓർഗൻ സിസ്റ്റം. That's our case, organ system level of organization. That means നമുക്കറിയാം ലൈക്ക് ഹാർട്ടിൽ ഒരുപാട് കാർഡിയാക് ടിഷ്യൂസ്, മസിൽസ് എല്ലാം ഉണ്ട്. And then coming to like blood vessel, muscular arteries are there, elastic arteries are there. And ഇതിനെല്ലാം എന്ത് പറ്റുന്നു? ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ്, എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹാർട്ട് ഈസ് ആൻ ഓർഗൻ. ആൻഡ് പിന്നെ ലൈക്ക് അതർ സർക്കുലേറ്ററി ടിഷ്യൂസ് ആർ ഓൾസോ ദർ. ഇതെല്ലാം കൂടി ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമുക്ക് പേരെടുത്തതിനെ വിളിക്കാനും പറ്റും. സോ ഇറ്റ് ഇസ് കോൾഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പേരെടുത്തതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദർ വാസ് ഇൻ സ്പോഞ്ചസിനെ എന്ത് കണ്ടു? സ്പോഞ്ചസിൽ നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. നെക്സ്റ്റ് cylindroids, സം cylindroids നമ്മൾ എന്ത് കണ്ടു? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. നെക്സ്റ്റ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. എന്നിട്ട് ഓർഗൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സിസ്റ്റം ആസ് എ സിംഗിൾ യൂണിറ്റ് ആയി ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് അതിന് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞു. ഓക്കെ, സോ ദീസ് ആർ ദ 4 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ.
നെക്സ്റ്റ് കുറച്ചുകൂടി ലൈക്ക് എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് ലൈക്ക് എക്കിനോഡേംസ് ആൻഡ് കോഡേറ്റ്സ് ഓർഗൻസ് ഹാവ് അസോസിയേറ്റഡ് ഫോം ഫംഗ്ഷൻ സിസ്റ്റം. ഈച്ച് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലൈക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷന് നമ്മൾ എന്ത് പറഞ്ഞു? എക്കിനോഡേംസ് ആൻഡ് കോഡേറ്റ്സ് എന്ന എക്സാമ്പിൾ പറഞ്ഞു. കോഡേറ്റ്സിനകത്ത് നമ്മൾ എന്തും പറയാം, ലൈക്ക് ആംഫീബിയൻസ് ആർ ദെയർ, ദെൻ പെസ്കസ്, ദെൻ ലൈക്ക് ബേർഡ്സ്, ദെൻ റെപ്റ്റൈൽസ്, ദെൻ മാമൽസ്, എവറിത്തിങ് ആർ ദെയർ coming under the codates. So echinocodates and codates undergo organ system level of organization. ഇതെല്ലാം ഒരു ടാബുലാർ കോളം പോലെ വരുന്നുണ്ട്. സോ ഡോണ്ട് വറി, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ്, organs in different groups of animals exhibit various patterns of complexities. For example, digestive system in Platyhelminthes has only single opening. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ body opening, it's a blind tube in it. Blind tube. There's a single opening for both ingestion and egestion of food. Okay, ingestion and egestion of food. ഒരു single opening മാത്രമാണെങ്കിൽ it is found in Platyhelminthes, so it's called a blind sac tube. Next, in case of humans or mammals, അല്ലെങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റും? We can say they have two different opening. The other opening, like first is the mouth or the ostium or the stoma, anything can be called. The other opening, it could be like anal opening or the cloaca. ഇങ്ങനെല്ലാം പേരുണ്ട് അതിന്. Okay, so complete digestive system has two openings, mouth and anus. The similar circulatory system is open type, in which blood is pumped out of the heart and cells and tissues are directly bathed in it. Closed system, in which blood is circulated through a series of vessels of varying diameters. So these are the four structures: open type, closed type. Okay, I hope you're clear about it. Open type and closed type. Next, symmetry. Animals can be characterized on the basis of symmetry. ഞാൻ നേരത്തെ പറഞ്ഞു asymmetrical ഉണ്ട്, bilateral symmetrical ഉണ്ട്, ചിലത് like radial symmetry ഉണ്ട്. Okay, so asymmetry, what's asymmetry? പേരിൽ തന്നെ asymmetric ആയിട്ടുണ്ടാവും. Like എൻ്റെ take this case of some sponges. സ്പോഞ്ചസിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ മുറിച്ചാലും അതിനൊരു സിമെട്രി നമുക്ക് കിട്ടില്ല. Okay, that's what we call asymmetry. So asymmetry, sponges are mostly asymmetrical. ഇവിടെ തന്നിട്ടുണ്ട് sponges are mostly asymmetrical. Next one, when any plane passing through the central axis, the body divides the organs into two identical, like any plane ആണെങ്കിൽ it would be radial symmetry. When only a single plane ആണെങ്കിൽ, okay, identical left and right halves only in one plane ആണെങ്കിൽ it will be bilateral symmetry. Okay, now radial symmetric example എന്താ? Here it's given. Look at this: coelentrates, ctenophores, echinoderms. Coelentrates, ctenophores and echinoderms show radial symmetry. Next, animal like annelids, arthropods and chordates എല്ലാം നമുക്ക് പറയാൻ പറ്റും exhibit bilateral symmetry. You can see it, right? Yes, കാണാൻ പറ്റും bilateral symmetry. So now next, diploblastic and triploblastic organization. What do you mean by diploblastic and triploblastic? നോക്കൂ, animals in which cells are arranged in two embryonic layer ആണെങ്കിൽ, embryonic layer എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലൈക്ക് എംബ്രോണിക് ലെയർ നമുക്കറിയാം, ലൈക്ക് ദ ന്യൂറൽ ടിഷ്യൂസ് എല്ലാം എക്ടോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. മസിൽസ് എല്ലാം മീസോഡേമിൽ നിന്നാണ്. ദെൻ ലൈക്ക് ഗട്ട് അതുപോലെ സാധനങ്ങളെല്ലാം എൻഡോഡേമിൽ നിന്നാണ്. ഓക്കെ, സോ വാട്ട്സ് ദ മെയിൻ ഡിഫറൻസ് ഹിയർ? ഇവിടെ എന്ന് വെച്ചാൽ ലൈക്ക് എംബ്രിയോണിക് ടിഷ്യൂ ഈ എൻഡോഡേമിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ദേ ഹാവ് ലൈക്ക് കോറിലേറ്റഡ് ഫംഗ്ഷൻസ് ആൻഡ് ഓൾ. നെക്സ്റ്റ്, മീസോഡേമിൽ നിന്ന് ലൈക്ക് മസിൽസ്, ബോൺസ് എല്ലാം അതിൽ നിന്നാണ് വരുന്നത്. സോ ദേ ഹാവ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അതിൽ നിന്നും വേറെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഒരു കോർഡിനേഷൻ മൂവ്മെൻറ്റ് അവിടെ വരുന്നില്ല. നൗ നെക്സ്റ്റ് എക്ടോഡമിൽ നിന്ന് നമ്മൾ ന്യൂറോ ടിഷ്യൂ അല്ലെങ്കിൽ നമുക്ക് സ്കിൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. സോ അതിനും വേറെ ഒരുപാട് ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ ഇതാണ് ലൈക്ക് ദേ ആർ ലൈക്ക് ത്രീ layers, three embryonal layers നമ്മുടെ കേസിലൊക്കെ. That's why it called triploblastic. But in certain cases, like only ectoderm and endoderm are only present. Middle ഉള്ള mesoderm is absent. That's what we call a diploblastic animal. Example എന്താ? coelentrates. Okay, coelentrates ഉണ്ടാവും. ഇനി coelentrates എന്തായിരിക്കും? Like ectoderm ഉണ്ട്. Here, look at this figure. Diploblastic. ectoderm ഉണ്ട്, endoderm ഉണ്ട്. മിഡിൽ പ്ലേസിൽ എന്ത് ചെയ്യുക? ഒരു സ്പേസ്. ആ സ്പേസിൽ എന്തായിരിക്കും? there's an undifferentiated layer called mesoglia. Mesoglia is an undifferentiated layer present in between ectoderm and endoderm. Okay, gotcha. Then next, what do we mean by triploblastic? Same, mesoglia replaced by mesoderm. That's the thing. And they are called triploblastic animal. Example, Platyhelminthes to chordates. അതായി. Next one is the coelom. നമ്മൾ നേരത്തെ പറഞ്ഞ coelom. Presence or absence of a cavity between the body wall and the gut wall is very important in classification. Body wall-നും gut wall-ൻ്റെ ഇടയ്ക്ക് ഒരു cavity, presence of a cavity, presence or absence of cavity, which is lined by mesoderm is called coelom. Animals possessing coelom are called coelomates. coelom ഉള്ള ആനിമൽസ് നമ്മൾ coelomate എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഇതൊക്കെ പറയുന്നു: annelids പറയുന്നു, mollusk, arthropods,
എക്കിനോഡേംസ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. നോക്കൂ, അനലിഡ്സ്, അനലിഡ എർത്ത് വേം, ദെൻ മൊള്ളുസ്ക്, അനലിഡ എർത്ത് വേം, മൊള്ളുസ്ക്, ആർത്രോപോഡ്സ്, എക്കിനോഡെർമേറ്റ്സ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. ഇതിനെല്ലാം എന്തുണ്ട്? സീലം ഇസ് പ്രസൻറ്റ്. നെക്സ്റ്റ്, അതിന് തൊട്ട് മുമ്പുള്ളത് ലൈക്ക് സ്യൂഡോസീലമേറ്റ്സ് ആർ ദേ, ലൈക്ക് അസ്കെൽമിന്തസ്. അസ്കെൽമിന്തസ് സ്യൂഡോസീലമേറ്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഫിഗർ നോക്കൂ, സ്യൂഡോസീലം ഓക്കെ. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു? ലൈക്ക് സ്യൂഡോസീലമേറ്റ്സ് പറഞ്ഞു. സോ സ്യൂഡോസീലമേറ്റ്സ് എന്ന് വെച്ചാൽ ദ സീലം ഇസ് പ്രസൻറ്റ് ആസ് ട്രാൻസ്ഡെർമൽ പൗച്ചസ് ഇൻ ബിറ്റ്വീൻ coelomate. Okay, coelomate pouches in between what the mesoderm is present as scattered pouches in between ectoderm and endoderm. ഇതിനെയാണ് നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത്, സ്യൂഡോസീലം എന്ന് വിളിക്കുന്നത്. സ്യൂഡോസീലം പ്രസൻറ്റ് ചെയ്യുന്ന ആനിമൽസ് ലൈക്ക് ആനിമൽ കിൻഡത്തിലെ ഓർഗാനിസം സച്ച് ആസ് അസ്കെൽമിന്തസിലെല്ലാം സ്യൂഡോസീലോമേറ്റ്സ് ആണുള്ളത്. സ്യൂഡോസീലം ഉണ്ടായതുകൊണ്ട് അസ്കെൽമിന്തസ് ആർ ബീങ് കോൾഡ് സ്യൂഡോസീലോമേറ്റ്സ്. The animals in which the body cavity is absent is called acoelomates, platyhelminthes. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും. ലൈക്ക് പ്ലാറ്റിഹെൽമിന്തസ് സീലം ഇല്ല, സീലം ഇല്ല. നെക്സ്റ്റ് ഒരു നമ്മൾ നേരത്തെ വന്നത് ആസ്കെൽമിന്തസിൽ സ്യൂഡോസീലമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ബാക്കിയെല്ലാം സീലമുണ്ട്. സോ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ഹൈറാർക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എന്തായാലും മനസ്സിലാകും പ്ലാറ്റിഹെൽമിന്തസ് ഇസ് കെപ്റ്റ് ഇൻ ബിഫോർ Askelminthus. Askelminthus is kept before all the other things like annelids, mollusks, arthropods, echinodermates, hemichordates and chordates. ഇതിനെല്ലാത്തിനും ഫ്രണ്ടിലായിട്ടായിരിക്കും ആരെ കീപ്പ് ചെയ്യുക? നമ്മൾ അസ്കെൽമിന്തസിനെ കീപ്പ് ചെയ്യുക. ബിക്കോസ് ദേ പൊസസ് എ സ്യൂഡോസീലം. സ്യൂഡോസീലം ഇല്ലാത്ത ഒരു സീലവും ഇല്ലാത്ത അസീലോമേറ്റ്സ് ആയ പ്ലാറ്റിഹെൽമിന്തസിനെ ഇവരെല്ലാവരേക്കാൾ മുന്നിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഹൈറാർക്കി അക്കോർഡിംഗ് ടു ക്ലാസിഫിക്കേഷൻ. ദ ഓർഗാനിസം ജസ്റ്റ് ഗെറ്റ്സ് ബെറ്റർ ആൻഡ് ബെറ്റർ. നമുക്കറിയാം സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. പിന്നെ അത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി, എന്നിട്ട് അത് ഓർഗൻ ലെവലായി, എന്നിട്ട് ഓർഗൻ സിസ്റ്റം ലെവലായി. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ഫോർ ദിസ് ബെറ്റർ സർവൈവൽ ഓൺ ദ എർത്ത്. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ദ ഹൈറാർക്കി, ദിസ് ഇസ് ദ എവല്യൂഷണറി ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് ദിസ് ഇസ് ദ ഫൈലോജനറ്റിക് അറേഞ്ച്മെൻറ്റ് ഓർ ഹൈറാർക്കി ഓഫ് ഓൾ ദീസ് ടാക്സാസ്, ഓഫ് ഓൾ ദീസ് ക്ലാസസ് അക്കോർഡിംഗ് ടു എവല്യൂഷൻ. Okay, that means sponges are the most simple organism and human beings are the most complex or the most primitive organism. That's the final evolutionary phylogenetic relationship among all these things. Next one, നമുക്ക് segmentation പറയാം. Segmentation. In some animals, the body is externally and internally divided into segments with a serial repetition of at least some organs. For example, in earthworms, the body shows this pattern called metameric segmentation and the phenomenon is called metamerism. So, this is a very important point, very much important point. Metamerism is exhibited by earthworm. Okay, earthworm in metamerism. Metamerism, what do you mean by metamerism? Metamerism means, metamerism like there will be like external division will be there. നമ്മുടെ ബോഡി സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബോഡി ഒരു എർത്ത് പോലെ അല്ലെങ്കിൽ ഒരു ആർത്രോപോഡിനെ പോലെ സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? സ്മോൾ ഫോം ഓഫ് സെഗ്മെൻറ്റേഷൻ നമുക്ക് പറ്റും, ലൈക്ക് ഹെഡ്, തൊറാക്സ്, എബ്ഡമൻ, ഇങ്ങനെ ഒരു ചെറിയ ബ്രോഡ് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, എക്സ്റ്റേണലായിട്ട് ഇൻറ്റേർണലായിട്ട് ചെറിയൊരു സെഗ്മെൻറ്റേഷൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ സെഗ്മെൻറ്റേഷൻ. കാരണം ട്രൂ സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ദർ ഷുഡ് ബി സം റെപ്പറ്റീഷൻ ഓഫ് ഓർഗൻസ് ഇൻ ഓൾ ദി സെഗ്മെൻറ്റ്സ്. തൊറാക്സിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ നമുക്ക് അബ്ഡമിൽ കാണാൻ പറ്റുമോ? നോ, പറ്റില്ല. സോ നമ്മുടെ ഇല്ല, ഇറ്റ്സ് നോട്ട് true, it's segmented, but it's not metamerism. Metamerism involves there will be a serial repetition of at least some organs would be there. Okay, earthwormsil അറിയാം അതിന് ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. എല്ലാ സെഗ്മെൻറ്റിനകത്തും definite amount of organs would be there, a definite amount of organs or organelles would be there. Okay, and there will be a serial repetition of each and everything in each and every segment. Okay, that's what we call metameric segmentation.
Next one, notochord. Notochord is a mesodermally derived rod-like structure. Mesodermally derived rod-like structure. Mesodermally derived, okay, formed on the dorsal side during embryonic development in some animals. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒരു ചെറിയൊരു പിക്ക് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ലൈക്ക് ദ ബിഫോർ ദ ഫീറ്റൽ ഏരിയ, നമ്മൾ എംബ്രിയോ കഴിഞ്ഞു എന്ന ഫീറ്റസ് ആയിട്ടില്ല, അതിന് മുമ്പ് ഒരു സ്ട്രക്ചർ, ഒരു നോട്ടോകോഡൽ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിക്ക് എന്താ, നമുക്ക് വേർട്ടബ്ര ഉണ്ട്, നട്ടലുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഫീറ്റൽ ഡെവലപ്മെൻറ്റിനകത്ത് ഒരു നോട്ടോകോഡ് പോലെ, ഫീറ്റൽ ഡെവലപ്മെൻറ്റിൽ നോട്ടോകോഡ് പോലെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫിഗറായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. സോ ഐ തിങ്ക് യു ഹാവ് സീൻ ദീസ് പിക്ചർ, റൈറ്റ്? ഇങ്ങനത്തെ ഒരു പിക്ചർ, അതായത് ഒരു നോട്ടോകോഡ്. ഓക്കെ, ലൈക്ക് ഇഫ് യു സോ കീൻ ഐ ഷോ യു ദ പിക്ചർ കാണിക്കണോ? ഐ സെർച്ച് ഇറ്റ് ഇൻ വെബ് ഓർ സംതിങ്. Anyway, say no more. ഞാൻ കാണിച്ചു തരാം the notochord. Here, as you can see here. You can see the picture, right? ഒരു ഫീറ്റസ് വരുന്നു, ഫെർട്ടിലൈസ്ഡ് എഗ്. ഓക്കെ, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും 2 സെൽ സ്റ്റേജ് ആയി, 4 സെൽ സ്റ്റേജ് ആയി, 8 സെല്ലായി, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. എന്നിട്ട് ഒരു ഫീറ്റസ് ആയിരുന്നു തൊട്ട് മുമ്പ് ഒരു 4 വീക്സ് ഹിയർ, ഇവിടെ ദിസ് വൺ 4 വീക്സ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഫീറ്റസിന് ഒന്ന് ബാക്കിലേക്ക് സഞ്ചരിച്ചാൽ ലൈക്ക് ദ ഹോൾ, നമ്മുടെ വെർട്ടിബ്രെ അപ്പിയേഴ്സ് ആസ് ഒരു നോട്ടോകോഡ് പോലെ അപ്പിയർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി കോൾ എ നോട്ടോകോഡ്. ഇങ്ങനെ ലൈക്ക് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു നോട്ടോകോഡ് പോലെ സ്ട്രക്ചർ ഉണ്ടായാൽ മതി. then we call those organisms as chordates. ഓക്കെ, ഇതിന് ഒരു ഫണ്ണി ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫീറ്റസിൽ ഇതുപോലെ നോട്ടോകോഡ് ആണോ? നൗ ജസ്റ്റ് ടേക്ക് ദ ഫീറ്റസ് ഓഫ് എ ബേർഡ് ഓർ എ ഫിഷ് ഓർ എ ലൈക്ക് ആംഫീബിയൻ ഓർ എനിത്തിങ്. അതിലെടുക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ദേ ഓൾ ഷെയർ എ സെയിം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഈ ഒരു ഫേസ് എത്തുമ്പോൾ, ഈ ഫീറ്റസിലെത്തുമ്പോൾ, ഫീറ്റസ് 28 വീക്സ് ആകുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ബട്ട് ദാറ്റ് ഫീറ്റസ് 4 വീക്ക് സ്റ്റേജ് ഉണ്ടല്ലോ, ദിസ് ഇസ് ലൈക്ക് സിമിലർ ടു ദോസ് ഓഫ് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ദെൻ ലൈക്ക് അതർ തിങ്സ് ലൈക്ക് ബേർഡ്സ്. എല്ലാത്തിനും ഇതുപോലത്തെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് സർപ്രൈസിംഗ്ലി അമേസിംഗ്, റൈറ്റ്? സോ ദാറ്റ്സ് വൈ വി ഓൾ ആർ ടേംഡ് അണ്ടർ chordates. Interesting. Now, so that's about chordates. Now come back. So that's the notochord concept, notochord. Animals with notochord are called chordates, and those animals who do not form this structure are called non-chordates. Example, porifera to echinoderms. Okay, porifera to echinoderms. Now that's ഇതൊക്കെയാണ് നമ്മൾ എന്താ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ആയി പറഞ്ഞത്. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടിംഗ് കൊണ്ട് പറയുമ്പോൾ ഫ്രം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഏതൊക്കെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു? വി സെഡ് അബൌട്ട് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, ദെൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു, ദെൻ ഓർഗൻ ലെവൽ, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ഈ 4 കാറ്റഗറീസ് വെച്ച് നമ്മൾ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു? വി ടോൾഡ് അബൌട്ട് ദ സർക്കുലേഷൻ ടൈപ്പ് വെച്ച് പറഞ്ഞു. അതിന് മുമ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. ലൈക്ക് ദർ ആർ ബ്ലൈൻഡ് സാക്ക് ട്യൂബ്സ്. അതെ, ബ്ലൈൻഡ് സാക്ക് ട്യൂബ്സ് ആർ ഓൾസോ ട്രൂ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളത്, അതായത് 2 ഓപ്പണിങ്സ് ഉള്ളതാണ് ട്രൂ സിസ്റ്റം. ഓക്കെ, ആൻഡ് അബൌട്ട് ദ ഫോൾ സിസ്റ്റം, ദാറ്റ് മീൻസ് എ സിംഗിൾ ബ്ലൈൻഡ് സാക്ക് വുഡ് ബി ദർ. നെക്സ്റ്റ് അബൌട്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ദർ ആർ ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് ക്ലോസ് സർക്കുലേഷൻ. ഇൻ ആർ ബോഡി ദ ബ്ലഡ് ഇസ് സിറ്റുവേറ്റഡ് ഓർ ഓൾ ദ ഫ്ലൂയിഡ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ഡെഫിനിറ്റ് പ്ലേസസ്, ഇൻ ഡെഫിനിറ്റ് ട്യൂബ്യൂൾസ് ഓർ സിസ്റ്റംസ്. അതായത് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ വെറുതെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ദേ ആർ കൺഫൈൻഡ് വിത്തിൻ ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ടിൽ നമ്മൾ കൺഫൈൻ ചെയ്തിട്ടുണ്ടാവും എവറി സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അതുപോലെ ലൈക്ക് other fluids are also there in our body, like CSF, cerebrospinal fluid. എല്ലാം ആ ക്രേനിയൽ മെനിഞ്ചസ് ആൻഡ് അതർ ലെയേഴ്സ്, അതിനകത്ത് എല്ലാം എന്തായിട്ടുണ്ടാവും? അതിനകത്ത് മാത്രമേ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതുപോലെ സ്പൈനൽ കോഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ എ ക്ലോസ് സർക്കുലേഷൻ. അതുപോലെ ലൈക്ക് ഇൻ എനി അതർ കേസ്, അക്വസ് വിട്രസ് ഹ്യൂമർ എല്ലാം ഇൻ എ ഡെഫിനിറ്റ് സ്പേസിൽ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ മെയിൻ തിങ്. അതുപോലെ ലിംഫ്, ടിഷ്യൂ ഫ്ലൂയിഡ്, എക്സ്ട്രാ ഫ്ലൂയിഡ് എല്ലാം അതുപോലെ തന്നെ ഇൻ എ ഡിഫറെൻറ്റ് സ്പേസ് മാത്രം. ആൻഡ് സോ ദാറ്റ് വി കോൾ എ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോക്രോച്ച് ഓർ ഇൻസെക്ട്സ് എല്ലാം ഇറ്റ് ഹാസ് ഓപ്പൺ സർക്കുലേഷൻ. ദാറ്റ് മീൻസ് ഓൾ ദ ഇന്റേണൽ ഓർഗൻസ് ആർ ബാത്hed in the
a pool of blood. In a pool of blood, it would be bathed, all the internal organs. Okay, that's the case of open circulation. Next one, symmetry. സിമെട്രി പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? 3 കേസ് പറഞ്ഞു. അതായത് അസിമെട്രി പറഞ്ഞു, റേഡിയൽ സിമെട്രി പറഞ്ഞു, ബൈലാറ്ററൽ സിമെട്രി പറഞ്ഞു. അസിമെട്രിക്ക് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് സ്പോഞ്ചസ് ആണ്. അത് ഏത് പ്ലെയിൻ എടുത്താലും നമുക്ക് ഒരിക്കലും 2 ഹാഫാക്കി എടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് വാട്ട് വി കോൾ അസിമെട്രി. നെക്സ്റ്റ് വൺ, റേഡിയൽ സിമെട്രി. നമ്മൾ ഏത് പ്ലെയിൻ എടുത്താലും, ബോഡിയിലൂടെ ഏതൊരു പ്ലെയിൻ പാസ് ചെയ്താലും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാ? നമ്മൾ പറഞ്ഞു സിലിണ്ടറേറ്റ്സ്, ടീനോഫോഴ്സ് ആൻഡ് എക്കിനോഡേംസ് ആർ ദ എക്സാമ്പിൾ ഓഫ് ദിസ്. എക്കിനോഡേംസ് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, സ്റ്റാർ ഫിഷ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. വിൽ സ്റ്റിൽ ഗിവ് എ ഹാഫ് ഓഫ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ദ example, key example of radial symmetry. Next one is the bilateral symmetry. This is the most common. Most of organisms shows bilateral symmetry. The body can be cut into exactly right and left. Sorry for the inconvenience again and again. I don't know why this camera is going off. ഞാനിപ്പോൾ അവിടെ പോയി ഓണാക്കി വരികയാണ്. ഓക്കെ, എങ്ങനെ ഇരിക്കണു? ഓക്കെ, എങ്ങനെ ഇരിക്കണു? വി ആർ ടോക്കിംഗ് അബൌട്ട് ആനിമൽ കിങ്ഡം ഹിയർ. സോ ക്ലാസ് കേൾക്കണമെങ്കിൽ കേട്ടോളൂ. ഓൾ റൈറ്റ്. സോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ക്യാമറ ഇടയ്ക്ക് ഓഫ് ആവുന്ന ഇറ്റ്സ് എ വെരി ഡിസ്റ്റർബൻസ് ആക്ച്വലി. അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. സോ നമ്മൾ എന്ത് പറഞ്ഞു? ബൈലാറ്ററൽ സിമെട്രിയെ കുറിച്ചും അതിനെക്കുറിച്ചും പറഞ്ഞു. നെക്സ്റ്റ്, സിമെട്രി കഴിഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് ഓർഗനൈസേഷനാണ്. അതായത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണോ? ആ പേരിൽ തന്നെയുണ്ട് ഡിപ്ലോബ്ലാസ്റ്റിക്, 2 ബ്ലാസ്റ്റ്. ദാറ്റ് മീൻസ് വാട്ട് ടൈപ്പ് ഓഫ് ലൈക്ക് എംബ്രിയോണിക് ലെയർ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്ന് വിളിച്ചു. അതിൽ എംബ്രിയോണിക് ലെയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാം ലൈക്ക് ഓരോ ലെയേഴ്സ് ആർ ദെയർ. ലൈക്ക് എക്ടോഡേം ആർ ദെയർ, എൻഡോഡേം. ഓക്കെ, എക്ടോഡേം എൻഡോഡേം മാത്രമാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അല്ല, 2 ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക്. എക്ടോഡമിൻ്റെ എൻഡോഡമിൻ്റെ ഇടയിൽ എന്തുണ്ടാവുക? കാറ്റാണ് ഉണ്ടാവുക? നോ, അനദർ അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ കോൾഡ് മീസോഗ്ലിയ ഈസ് പ്രസൻറ്റ്. നൗ ഇൻ ടേംസ് ഓഫ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദർ വുഡ് ബി വാട്ട് എക്ടോഡം ഉണ്ടാവും, എൻഡോഡം ഉണ്ടാവും. അതിനിടക്ക് ദ മീസോഗ്ലിയ അല്ല നേരത്തെ ഉണ്ടായിരുന്നത്, മീസോഗ്ലിയക്ക് പകരം ദർ വുഡ് ബി എ മീസോഡേം ഇൻ ഇറ്റ്. ഓക്കെ, സോ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസം അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലൈക്ക് സീലൻഡ്രേറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സീലൻഡ്രേറ്റ്സ്, വേറെ പല ഓർഗാനിസംസ് ഉണ്ട്. ലൈക്ക് സ്പോഞ്ചസ് ആർ ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഡിപ്ലോബ്ലാസ്റ്റിക്. ബട്ട് അതിവിടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ബിക്കോസ് അതിന് വീണ്ടും വരും. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വീണ്ടും വരുന്നുണ്ട്. സോ നമുക്കൊരു എക്സാമ്പിൾ, ഒരു വലിയൊരു ടാബുലാർ കോളം തന്നെ പഠിക്കാനുണ്ട്. ഐ വിൽ ഷോ യു. നോട്ട് ദിസ്. ഓക്കെ, ടാബ്ലർ ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ഇട്ട്. സോ അതിൽ നമുക്ക് എല്ലാം നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായി തന്നെ പറയുന്നുണ്ട്. സോ ഡോണ്ട് വറി, നമ്മൾ അതിൽ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഡിസ്കസ് ചെയ്യും. സോ ദെൻ ദ ട്രിപ്ലോബ്ലാസ്റ്റിക്, rest all other from platyhelminthes to chordates. Platyhelminthes, chordates, everything has mesoderm instead of mesoglia in between endoderm and ectoderm. Okay, so that's the thing, diploblastic and triploblastic organization. Next one, coelom. നമ്മൾ സീലത്തെ കേസ് പറഞ്ഞല്ലോ. എന്തായാലും നമ്മൾ പറഞ്ഞത് 3 ടൈപ്പ് സീലം ഉണ്ട്. ലൈക്ക് അസീലോമേറ്റ്സ് ആർ ദെയർ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ സീലം ഇൻ ദ ബോഡി. വാട്ട് ഇസ് മീൻ ബൈ സീലം? സീലം എന്ന് വെച്ചാൽ സീലം ഇസ് ദ ബോഡി ക്യാവിറ്റി വിച്ച് ഇസ് ലൈൻഡ് ബൈ എ മീസോഡം. ഇങ്ങനത്തെ ഒരു പൗച്ച് വേണം. ദാറ്റ് മീൻസ് നമ്മുടെ ഗട്ട് പൗച്ച്, അതായത് ഇൻഡസ്റ്റൈൻ നമ്മുടെ ബോഡി ലൈക്ക് ഒരു ലൂമൻ ഉണ്ടല്ലോ, ആ ഒരു ലൂമൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദാറ്റ് വി കോൾ എ സീലം. ആൻഡ് ദ ഓർഗാനിസംസ് വിച്ച് കണ്ടെയ്ൻ സീലം ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലം ഇല്ലാത്തതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? അസീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. നൗ എ ഡിഫറെൻറ്റ് ക്ലാസ് ഇസ് ദെയർ, സ്യൂഡോസീലോമേറ്റ്സ്. അതിലെന്താണെന്ന് വെച്ചാൽ മീസോഡം ആർ അപ്പിയർ ലൈക്ക് സ്കാറ്റേർഡ് പൗച്ചസ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡം ആൻഡ് എൻഡോഡം. മീസോഡം ഇസ് ജസ്റ്റ് സ്കാറ്റേർഡ് പൗച്ചസ്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ മീസോഡമിൽ പൗച്ച് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. എന്നാൽ അത് ലൈക്ക് ഒരു സീലം പോലെയാണോ? അല്ല. സോ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഇസ് സ്യൂഡോസീലം ദെൻ. യെസ്, ദാറ്റ്സ് എക്സാക്ട്ലി. സോ സ്യൂഡോസീലം കാണിക്കുന്ന ലൈക്ക് which is the species showing pseudocoelom? It is Aschelminthus or Aschelminthus. നമുക്ക് ഇതും പറയാം, Aschelminthus. So an example of Aschelminthus എന്ന് പറഞ്ഞത് it is Platyhelminthes. നെക്സ്റ്റ് വൺ സെഗ്മെൻറ്റേഷൻ. ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇന്റേണൽ സെഗ്മെൻറ്റേഷൻ ഉണ്ട്. സെഗ്മെൻറ്റേഷൻ ലൈക്ക് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് പെക്യുലർ ലൈക്ക് ദ സ്പെഷ്യാലിറ്റി ഓഫ് അനലിഡ്സ് അല്ലെങ്കിൽ എർത്ത് വർംസ്. ഓക്കെ, അതിൽ കാണിക്കുന്ന ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു
സെഗ്മെൻറ്റേഷൻ ആണ്, അതിൻ്റെ പേരാണ് മെറ്റാമറിസം. മെറ്റാമറിസത്തിൻ്റെ പ്രൈം അതിൻ്റെ എയിം എന്താ, ദ പ്രൈം എയിം എന്താന്ന് വെച്ചാൽ there would be serial repetition of some of the organs in every single segmentation. ആദ്യത്തിൽ ഒരു തലഭാഗത്തുള്ള ഒരു സെഗ്മെൻ്റ് എടുത്തു, മിഡ് ഭാഗം അല്ലെങ്കിൽ വാൽ ഭാഗം, ഇതിൽ ഏത് ഭാഗം എടുത്താലും അതിൽ നമുക്ക് സീരിയൽ റെപ്പറ്റേഷൻ ഓഫ് ഓർഗാൻസും ചിലത് കാണിക്കാൻ പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഔട്ട് ഓഫ് സിലബസ്, നമുക്ക് കുറച്ച് ലൈക്ക് നെർവ് കോഡ്സ് ആർ ദർ, നെർവ് കോഡ്സ് ലൈക്ക് ഗാംഗ്ലിയോൺസ് ആർ ദർ, ഗാംഗ്ലിയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ ദി 3 സെഗ്മെൻറ്റ്സ്. അതുപോലെ നെർവ് റൂട്ട്സ് ഉണ്ട്, അതുപോലെ ഗട്ട് ബോൾ ഉണ്ട്, എല്ലാം ദർ ആർ ലൈക്ക് സീരിയൽ റെപ്പറ്റേഷൻ ഓഫ് ഓൾ ദീസ് ഓർഗൻസ്. അതായത് ദ ഹോൾ ബോഡി ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്, ഓരോ സെഗ്മെൻറ്റിലും ദ സെയിം ടൈപ്പ് ഓഫ് ഓർഗൻസ് ആൻഡ് ഓർഗൻസ് ആർ പ്രസൻറ്റ്. ദാറ്റ്സ് വാട്ട് വി കോൾ സെഗ്മെൻറ്റേഷൻ. ഓക്കെ, നൗ about the നോട്ടോകോഡ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു ലാസ്റ്റ് സെഗ്മെൻറ്റ്. നൗ ഓൾ ദ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്. സോ ദിസ് ആർ ദ ക്ലാസിഫിക്കേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നമ്മളിങ്ങനെ കിങ്ഡത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എടുത്തതാണ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എടുത്തതാണ് ഏത്, സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എടുത്തു. സോ അതെന്ത് കണ്ടു, പിന്നെ സെല്ലുലാർ ലെവലുണ്ട്. സെല്ലുലാർ ലെവൽ തൊട്ട് താഴെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടിഷ്യൂ ലെവൽ പറയാം, ഓർഗൻ ലെവൽ പറയാം, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും പറയാം. സോ ഫസ്റ്റ് വൺ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദ ഓൺലി കിങ്ഡം, ലൈക്ക് ഓൺലി കിങ്ഡം അല്ല, ഓൺലി ഫൈലം ഹാവിങ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് വാട്ട്, എന്താന്ന് പറയൂ, സ്പോഞ്ചസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാ, ഇറ്റ്സ് പോറിഫെറ എന്ന ഒരൊറ്റ ക്ലാസ്സിൽ മാത്രമേ നമുക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്നുള്ളൂ. ഓക്കെ, സോ പോറിഫെറ ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ഓർ ദ മോസ്റ്റ് സിമ്പിൾ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ആനിമൽ കിങ്ഡം എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, so sponges or porifera exhibits cellular level of organization. Next one is the tissue, organ or organ system level of organization. Next നമുക്ക് നോക്കാം tissue and organ system. അതിൽ വരുന്നു. So all other organism can be maintained under the tissue, organ or organ system എന്നൊരു ബ്രോഡ് കാറ്റഗറി എടുത്താൽ നമുക്ക് ഇതിനകത്ത് എല്ലാം ഇടാൻ പറ്റും. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാ, ഇനി പോറിഫെറ എന്ന ക്ലാസ്സിനെ നമ്മൾ വിട്ടു, അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ അബൌട്ട് ദ സിമെട്രി. ഹിയർ ഇറ്റ്സ് ഗിവൺ റേഡിയൽ സിമെട്രി ആണോ അത് ബൈലാറ്ററൽ സിമെട്രി ആണോ. റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്, ഇറ്റ് വാസ് സീലൻഡ്രേറ്റ്സ്, ടീനോഫോഴ്സ് ആൻഡ് എക്കിനോഡെർമേറ്റ്സ്. ബട്ട് നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, കാരണം എക്കിനോഡെർമേറ്റ്സ് ജസ്റ്റ് സ്റ്റാർ ഫിഷിൽ മാത്രമേ അങ്ങനത്തെ ഒരു സ്റ്റാർ ഫിഷ്, ബ്രിട്ടിൽ സ്റ്റാർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ, ബട്ട് എല്ലാത്തിലും ഇത് കാണിക്കുന്നില്ല. ബട്ട് ഹിയർ ലുക്ക് അറ്റ് ദിസ്, റേഡിയൽ കാണുന്ന ഏതാ, റേഡിയലിൽ ദ സീലം വുഡ് ബി അസീലോമേറ്റ്സ് ആൻഡ് എക്സാമ്പിൾ ഫൈലം സീലൻഡ്രേറ്റ or Nidaria and Ctenophora. Cylindrata, Nidaria and Ctenophora. So these are the two of them showing radial symmetry. So next, again this is much worse, കാരണം ഞാൻ ഓണാക്കുന്ന ഫ്രീക്വൻസി ഭയങ്കര കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഐ ഡോണ്ട് നോ വൈ. ഇനി ക്യാമറ ഓഫ് ആവുന്ന അതിനും ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ വി ആർ ജസ്റ്റ് ലൂസിങ് ദ ഫ്ലോ, യുനോ. ഒരു നല്ല ഫ്ലോയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഡ്രൈവർ പറഞ്ഞ പോലെ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അതുപോലെ നല്ല ഫോമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഓഫായി പോകുന്നത് എന്ത് കഷ്ടമാണ്. പോട്ടെ. സോ വി നമ്മളപ്പോൾ എന്തായിരുന്നു, ലൈക്ക് ഓരോ ഫൈലത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈലം, ക്യാമറ ഓഫ് ആവില്ലേ പ്ലീസ്, ഇനി വയ്യ അവിടെ നിന്ന് ഓണാക്കി ഇതാക്കാൻ. സോ ഫൈലം ഏതൊക്കെയുണ്ട്, പോറിഫെറ, സിലൻഡ്രേറ്റ, നിഡേറിയ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞോളൂ. ഇതിങ്ങനെ ലൈക്ക് 4 + 2 + 6 ഓൾമോസ്റ്റ് ലൈക്ക് 10 ലെവൽ എല്ലാം ഉണ്ട്.
സോ നമുക്ക് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞ, ലൈക്ക് കൂടെ പറഞ്ഞോളൂ. പോറിഫറ, സിലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അന്നലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്നോഡോമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ഓക്കെ, 11 ക്ലാസ്സസ്, അതെ 11 ഫൈലം. ഇനി അടുത്ത കോഡേറ്റക്കകത്ത് നമ്മൾ ഫൈലത്തിനെ ക്ലാസ് ആക്കി മാറ്റുന്നു. വിച്ച് അതെ ലൈക്ക് അത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് നമുക്ക് എന്താ ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് പിസ്കസ്, റെപ്റ്റീലിയ, ആംഫിബിയ, then birds are there, then mammals. Okay, these are the broad classification. So അതിപ്പോൾ വേണ്ട, അത് ലൈക്ക് ഇതിന് ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. സോ ഇത് മനസ്സിലായില്ലേ? പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ്കെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്നോഡോമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. സോ ഇതിൽ ഓരോ ഫൈലത്തിനെ പറ്റി നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ആർ യു റെഡി? റെഡി അല്ലേ? ഓൾറൈറ്റ്. ആർ യു റെഡി എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പോയി. ഓൾറൈറ്റ്. എനിവേ, സോ ഫൈലം പോറിഫറ. First one, members of this phylum are commonly known as sponges. Sponges ആണ് നമ്മൾ ഇവരെ നോർമലി വിളിക്കുന്ന പേരാണ് sponges. They are generally marine and mostly asymmetrical animals. ഇതിൻ്റെ ഒരു പ്രത്യേകത പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവറി സിംഗിൾ പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലിറ്ററലി എവറി സിംഗിൾ പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ആനിമൽ കിങ്ഡത്തിൽ ഓരോ ഫൈലത്തിന് കീഴിലും പറയുന്ന എല്ലാ സെൻറ്റൻസും നമുക്ക് കാണാപ്പാഠം ആയിരിക്കണം. ദാറ്റ്സ് എ മസ്റ്റ്. അത്രയും നിർബന്ധമായ കാര്യമാണ്. ഓക്കെ, സോ നോക്കിയാലോ? ഓൾറൈറ്റ്. സോ നോക്കൂ, ഫൈലം പോറിഫറ. Members of this phylum are commonly known as sponges. First point, members of this phylum are commonly known as sponges. Next, they are generally marine ആണ് and asymmetrical animals. 3 പോയിൻ്റ് ആയി ഇപ്പോൾ തന്നെ. നെക്സ്റ്റ്, they are primitive multicellular animals and cellular level of organization. നോക്കൂ എത്ര പോയിൻ്റ് വരും നോക്കൂ. പ്രിമിറ്റീവ് മൾട്ടിസെല്ലുലാർ ആനിമൽസ് ആണ് ആൻഡ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. 5 പോയിൻ്റായി. നെക്സ്റ്റ്, സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. ഈ പേര് ഓർത്തിച്ചു, വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ ബോഡി ത്രൂ മൈന്യൂട്ട് പോഴ്സ് കോൾഡ് ഓസ്റ്റിയയിലൂടെ എൻ്റർ ചെയ്യുന്നു ഇൻ ടു ദ ബോഡി വാൾ, ഇൻ ടു സെൻട്രൽ ക്യാവിറ്റിയുടെ പേരെന്താ? ഇതിൻ്റെ പേരെന്താ? സ്പോഞ്ച് അല്ലേ? സോ സ്പോഞ്ചിൻ്റെ ക്യാവിറ്റി സ്പോഞ്ചോസീൽ ഫ്രം വെർ ഇറ്റ് ഗോസ് ഔട്ട് ടു ദ ഓസ്കുലം. സോ ഓസ്റ്റിയക്കകത്തൂടെ അകത്തോട്ട് വരുന്നു, എന്നിട്ട് എന്ത് പറ്റുന്നു? സ്പോഞ്ചോസീലിലൂടെ ഒന്ന് കറങ്ങിയെടുക്കുന്നു, പിന്നെ ഓസ്കുലത്തൂടെ പുറത്തോട്ട് പോകുന്നു. ഓസ്റ്റിയയിലൂടെ അകത്തോട്ട്, ഓസ്കുലത്തൂടെ പുറത്തോട്ട്. ഓസ്റ്റിയയിൽ അകത്തോട്ട് വരുന്നു, സ്പോഞ്ചോസീലിലൂടെ ഒന്ന് കറങ്ങി കളിക്കുന്നു, എന്നിട്ട് ഓസ്കുലത്തൂടെ പുറത്ത് പോകുന്നു. ദിസ് ഈസ് ദ സർക്കുലേഷൻ ഓഫ് സ്പോഞ്ചസ്. ഇത്രയേ ഉള്ളൂ സർക്കുലേഷൻ. വെരി ഈസി സർക്കുലേഷൻ, റൈറ്റ്? ദിസ് പാത്വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഹെൽപ്പ് ഇൻ ഫുഡ് ഗ്യാതറിങ് ഹെൽപ്പ് ചെയ്യും, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ഹെൽപ്പ് ചെയ്യും, ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഫുഡ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും, വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇതിന് 3 ഹെൽപ്പ് ചെയ്യുന്നത് ഏതാ? ദസ് ഓസ്റ്റിയക്കകത്തോടെ വരുന്നു, സ്പോഞ്ചസിലൂടെ കറങ്ങുന്നു, ഓസ്കുലത്തിലൂടെ പുറത്തു പോകുന്നു. ഈ ഒറ്റ മെക്കാനിസം വഴിയാണ് എന്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് നടക്കുന്നത്, അതുകൂടിയാണ്. പിന്നെ എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് നടക്കുന്നത് അതുകൂടിയാണ്. പിന്നെ അതുപോലെ എന്ത് പറ്റുന്നു? ആൻഡ് ലൈക്ക് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് അതും നടക്കുന്നു. നെക്സ്റ്റ് വൺ, കോയാനോസൈറ്റ്സ്. ലുക്ക് അറ്റ് ദിസ്, കോയാനോസൈറ്റ്സ് or collar cells. Important thing, very important പേര്. കോയാനോസൈറ്റ്സ് or collar cells line the spongocoel and the canals. ഓക്കെ, അറിയാം നമുക്ക്. ഈ ഒരു സ്പോഞ്ച് എടുത്തു, ഈ സ്പോഞ്ചിനകത്ത് ഒരു സ്പോഞ്ചോസീൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 3D ഇമേജാണ് സ്പോഞ്ചോസീൽ. ഈ സ്പോഞ്ചോസീലിന് ഇവിടെ ഒരുപാട് സെൽസ് ഉണ്ട്. ഓക്കെ, സെൽസാണ് കോയാനോസൈറ്റ്സ് or collar cells. കോയാനോസൈറ്റ്സ് or collar cells. Coanocytes or collar cells. Okay, they line the spongocoel and the canals. Digestion is intracellular. നോക്കിച്ചോളൂ, ഇതും ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? സോ അവിടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നമുക്ക് എങ്ങനെ ആലോചിച്ചാലും ഒരു നിലക്കും പറ്റില്ല. സോ നമുക്ക് ഓരോ സെല്ലിനകത്തോട്ട് വലിച്ചിട്ട് എന്നിട്ട് അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് വാട്ട് വി കോൾ ദ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് വിളിക്കാൻ കാരണം. അതുകൊണ്ടാണ്. ഓക്കെ, നൗ
The body is supported by a skeleton made up of spicules or spongin fibers. Spicules or spongin fibers. ഞാൻ പറയട്ടെ ഹിയർ ലുക്ക് അറ്റ് ദിസ്. നമുക്ക് സപ്പോസ് ഇതാണ് സീലം വിചാരിച്ചോ, ഈ കുറേ ബ്ലാക്ക് ഡോട്ട്സ് കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ സ്കെലിട്ടൻ എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഈ സ്കെലിട്ടൻ കാരണമാണ് എന്ത്, ഈ ബോഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. മറ്റൊന്ന് ആലോചിച്ചൊക്കെ ഒരുപാട് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ, സെൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് മാറി ഇരുന്നാലോ. No, it does not happen. Why? Because of these spicules and spongin fibers. Okay, they are a skeleton. ഒരു skeleton. ഇത് സ്പോഞ്ചിന് ഒരു skeleton പോലെ ഫോം ചെയ്യുന്നത്. സ്പോഞ്ചസിന് അവിടെ ബോൺ സാധനമൊന്നും ഇല്ലല്ലോ. So they just have spongins and spicules. Sexes are not separate. That we call a hermaphrodites. Okay, sexes are not separate. We call hermaphrodites. That is, eggs and sperm are produced by the same individual. Okay. And sponges reproduce asexually. Again, reproduction by fragmentation. And sexually by formation of gametes. Asexual reproduction ഉണ്ട് എങ്ങനെ, ബൈ ഫ്രാഗ്മെന്റേഷൻ. സുഖമല്ലേ, ഇതാ ഇവിടെ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ മുറിച്ച്, ഇങ്ങനെയല്ല സോറി, ഇതാ ഇങ്ങനെ മുറിച്ചു എന്ത് പറ്റുന്നു, ഇവൻ ഒന്ന് വളരുന്നു, ഇവൻ വേറൊന്ന് രണ്ടെണ്ണമായി വളരുന്നു, easy വളരുന്നു. So this is by fragmentation, asexual reproduction by fragmentation. Next one, reproduction by sexual reproduction by formation of spores വെച്ച് ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ. ഇത് ആലോചിച്ചോളൂ, ഇതൊക്കെ സ്ഥിരമായി എനിക്ക് മാറിപ്പോയിരുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഓവർ സ്ട്രെയിൻ ചെയ്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ ആണ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, ഹാവിങ് എ ലാർവൽ സ്റ്റേജ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ മോർഫോളജിക്കലി ഡിസ്റ്റിങ് ഫ്രം ദ അഡൾട്ട്. ഓക്കെ, സോ ഇതൊക്കെ എനിക്ക് നല്ലോണം മാറിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എംഫസിസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നത്. ഡൈജഷൻ ഇസ് ഇൻട്രാസെല്ലുലാർ ആൻഡ് ലോ ബാറ്ററി. എല്ലാം കൊണ്ടും ഓക്കെ, ഓൾറൈറ്റ്. സോ സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ് hermaphrodites. സോ ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ എന്ന് പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ പറഞ്ഞു, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് പോർഫൈറ. ഇതിന് കുറച്ച് എക്സാമ്പിൾ കൂടി പറഞ്ഞു, അങ്ങനെ അത് പൂർത്തിയായി. സൈക്കോൺ സ്കൈഫ, Spongilla, freshwater sponge, and Euspongia, bat sponge, Euspongia. So these are the examples. Okay, so let's talk about porifera. Okay, let's talk about porifera. Porifera കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം. Okay, and സംസാരിക്കുമ്പോൾ തന്നെ അതൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ. Sorry, okay, the background is going. So let's talk. നമുക്കറിയാം പോറിഫറ, ഫൈലം പോറിഫറയെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഫൈലം പോറിഫറയ്ക്ക് എന്ത് പറഞ്ഞു, ദേ ആർ സ്പോഞ്ചസ്, ലിറ്ററലി സ്പോഞ്ചസ്, ദേ ആർ ഓൾസോ കോൾഡ് സ്പോഞ്ചസ്. ഓക്കെ, ആൻഡ് ദേ ആർ ജനറലി മറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക് ആനിമൽസ്. ആണ്. ദേ ഹാവ് പ്രിമിറ്റീവ് മൾട്ടിസെല്ലാർ ബോഡി ഉണ്ട്. ആൻഡ് എന്ത് പറയുന്നു, അഞ്ചാമത്തെ പോയിന്റ്, ദേ ഹാവ് എ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട്. സിക്സ്ത് പോയിന്റ് എന്താ, ദേ ഹാവ് എ വാട്ടർ കനാൽ സിസ്റ്റം. ഓക്കെ, വാട്ടർ കനാൽ സിസ്റ്റം, emphasis more on this point, water canal system seen in sponges. Okay, ഇനി വാട്ടർ വാസ്കുലർ സിസ്റ്റം പറഞ്ഞ സംഭവം വരുന്നുണ്ട്, അത് ലേറ്റർ ഇനി എക്കഡോമിക്സിലേക്കാണ് വരുന്നത്. സോ ഹിയർ ജസ്റ്റ് focus on this. Water canal system is found in porifera. Okay, and next point എന്താ, വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ഓസ്റ്റിയ അകത്തോട്ട് വരുന്നു, സ്പോഞ്ചോസീലിലൂടെ ഒന്ന് കറങ്ങുന്നു, എന്നിട്ട് ഓസ്കുലത്തിലൂടെ പുറത്തോട്ട് വന്നു. ഓസ്കുലം മാറിപ്പോയത്, ഓസ്റ്റിയ അകത്തോട്ട് വരാനാണ്, ഓസ്കുലം പുറത്തോട്ട് പോകാനാണ്. Okay, did you understand? Yes. Okay, next. Yes. Sorry. So ഒന്നുമില്ല. All right, then choanocytes. Digestion is intracellular. Body is supported by a skeleton made up of spicules or spongy fibers. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, choanocytes or cola cells. ഇതിൻ്റെ സ്പോഞ്ചസീലിന് ചുറ്റും എന്തുണ്ട്, choanocytes or cola cells are present there. Choanocytes, cola cells. And digestion is intracellular. ഓരോ സെല്ലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ, അപ്പോൾ അവിടെ പുറത്തുനിന്ന് ഡൈജഷൻ നടക്കാൻ ഒരു ചാൻസും അവിടെ ഇല്ല. സോ ഡൈജഷൻ ഈസ് ഓൾവേസ് ഇൻട്രാസെല്ലുലാർ ദെയർ. നെക്സ്റ്റ്, സോ the digestion is intracellular. Body is supported by spicules or spongin fibers.
skeleton made up of spicules or spongy fibers. Sexes are not separate, so that's why we call the hermaphrodite എന്ന് വിളിക്കും. That is, eggs and sperms are produced by the same individual. Okay, and sperms eggs and sponges reproduce asexual reproduction ഉണ്ട്, sexual reproduction ഉണ്ട്. Asexual reproduction എങ്ങനെയാ? Asexual reproduction by fragmentation വഴി ഉണ്ടാകുന്നു. Next, sexual reproduction sexually by formation of gametes. And fertilization is internal and development is indirect. Fertilization is internal and development is indirect, having a larval stage which is morphologically distinct from the adult. ഇത് പബ്ലിക് മാറ്റണോ? ലിസ്റ്റിലാക്കിയാലോ? എനിവേ ദിസ് മാറ്റർ. സോ നോക്കണം, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് വെച്ചാൽ ദേ ഹാവ് എ ലാർവൽ സ്റ്റേജ്, ആൻഡ് ദിസ് ലാർവൽ സ്റ്റേജ് ഇറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ അഡൽട്ട് സ്റ്റേജ്? നോ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. It's completely indistinct from, morphologically indistinct from the adult. Okay, so this is the form. Development is indirect എന്ന് വെച്ചാൽ. ആൻഡ് ഫെർട്ടിലൈസേഷൻ, സോ നമ്മൾ കീ എംഫസിസ് കൊടുക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ? സെല്ലാർ ലൈവർ ഓർഗനൈസേഷൻ പറയണം, പിന്നെ ഓസ്റ്റിയ, ദെൻ സ്പോഞ്ചസിൽ ഓസ്ക്ലം പറയണം, പിന്നെ കോയാനോസൈറ്റ്സ് ഓർ കോളസൈറ്റ്സിനെ പറ്റി പറയണം, സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചി ഫൈബേഴ്സിനെ പറ്റി പറയണം, ദെൻ ഡൈജഷൻ ഇസ് ഇൻട്രാസെല്ലാർ എന്ന് നമ്മൾ പറയണം. ദെൻ ഫെർട്ടിലൈസേഷൻ അതിനൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫോർമേഷൻ ഓഫ് വാട്ട്? ഫോർമേഷൻ ഓഫ് സ്പോർസ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സ്പോർസ്. അതുപോലെ ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആൻഡ് അതേപോലെ ഡെവലപ്മെൻറ്റ് ഇസ് ഇൻഡയറക്റ്റ്. ഇത്രയും പറയുന്നു. ഞാൻ examples of porifera, like phylum. What are the examples there? Examples Cycon scypha, then Spongilla, freshwater sponge, and Euspongia, bat sponge. ഇത് മൂന്നുമാണ് നമ്മുടെ എക്സാമ്പിൾസ് എന്ന് പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ദെയർ എൻഡ്സ് our first phylum porifera. 1 down, 10 more to go. So next, ബട്ട് അടുത്ത പറയുമ്പോൾ എനിക്കിത് ചാർജ് ആയി കിട്ടേണ്ടതാണ്, ബട്ട് ചാർജ് ആയിട്ടില്ല. സോ വാട്ട് വി ഡു? കുഴപ്പമില്ല, 14% ഉണ്ട്. ഇത് വെച്ച് പറയാം, ഡോണ്ട് വറി. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. Okay, so phylum Coelenterata or Cnidaria. Okay, phylum Coelenterata or Cnidaria. They are aquatic, mostly marine. I'm so sorry about the camera. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഒരു 7-8 തവണ ഇപ്പോൾ ഇങ്ങനെ മാറ്റി പോയിട്ടുണ്ടാവും. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് എ ബ്രേക്ക് ആക്ച്വലി. അതിൻ്റെ സാധനം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം നാളെ എന്താണെങ്കിലും. ഓക്കെ, ഓൾ റൈറ്റ്. നൗ ഫൈലം Coelenterata ഓർ Cnidaria. ഫൈലം Coelenterata or Cnidaria. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദേ ആർ അക്വാട്ടിക്.
ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെച്ചാൽ ദേ ആർ അക്വാട്ടിക് മോസ്റ്റ്ലി മറൈൻ. നേരത്തെ അതുപോലെ തന്നെ പറഞ്ഞു അക്വാട്ടിക് മോസ്റ്റ്ലി മറൈൻ. സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്. വാട്ട് യു മീൻ ബൈ സെസൈൽ? ഈ താഴത്തെ രണ്ട് ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഇവിടെ ദിസ് ഇസ് അറ്റാച്ച് ടു ദ സീബെഡ്. സീബെഡിലേക്ക് അറ്റാച്ച് ചെയ്താണുള്ളത്. സെസൈൽ നോൺ മൊട്ടൈൽ. ദാറ്റ്സ് ഇറ്റ്. സോ സെസൈൽ ഇസ് നോൺ മൊട്ടൈൽ. ആൻഡ് ദെൻ ഫ്രീ സ്വിമ്മിങ്. നമ്മുടെ ജെല്ലി ഫിഷില്ലേ, ജെല്ലി ഫിഷ് എന്താ, ജെല്ലി ഫിഷ് ഇങ്ങനെ നീന്തി കളിക്കൂലല്ലോ. ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോട്ട്സ്, passively floats on the surface, right? So that's called free moving. Free living അല്ല, free moving ഉണ്ട്, അതുപോലെ സെസൈൽ ഉണ്ട്. ഇങ്ങനെ രണ്ട് ഫോംസ് ഉണ്ട്. And they are radially symmetrical animals. Okay. So the name Nidaria, നമ്മളറിയാം Coelenterata or Nidaria എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ പറയുന്ന കാര്യമുണ്ട്? Why we are calling coelenterites as Nidaria? Nidaria is derived from they contain special type of cells called what? Special type of cells called nidoblast or nidocytes. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിതിനെ നിഡേറിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിഡേറിയ എന്ന് വിളിക്കുന്നത്. വിച്ച് കണ്ടെയ്ൻ നിഡോബ്ലാസ്റ്റ്. ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് നിഡോബ്ലാസ്റ്റ് മനസ്സിലാക്കി തരാം. ഓക്കെ, നിഡേറിയ. ഹിയർ ലുക്ക് അറ്റ് ദിസ് ഇസ് കോൾഡ് എ നിഡോബ്ലാസ്റ്റ് ഓർ എ നിഡേറിയ. നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ നിഡേറിയ എന്ന് വിളിക്കുന്നത്. നൗ ഇതിനകത്ത് എന്താ, ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ. ഹിയർ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട് പ്രസന്റ് ഓൺ ദ ടെൻറ്റക്കിൾസ് ഓൺ ദ ബോഡി. ഇതെന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഹ്യൂജ് ടെൻറ്റക്കിൾസ് ഉണ്ട്. ഹിയർ നോക്കൂ, ടെൻറ്റക്കിൾസ് ഉണ്ടോ ഇവിടെ? ടെൻറ്റക്കിൾസിൻ്റെ ഇവിടെ ഒരു നിഡോബ്ലാസ്റ്റ് ഉണ്ട്, നിഡോസൈറ്റ് ഉണ്ട്. നിഡോസൈറ്റിൻ്റെ ഇവിടെ എന്തുണ്ട്? സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട് ആൻഡ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇറ്റ്സ് മൈക്രോസ്കോപ്പിക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. സോ ഇതാണ് എന്ത് നമ്മൾ പറയാം, നിഡോബ്ലാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡയഗ്രാമാറ്റിക് വിത്ത് നിഡോബ്ലാസ്റ്റ് ആൻഡ് കണ്ടെയ്ൻസ് ഓഫ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഓർ നെമറ്റോസിസ്റ്റ്. സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളിൻ്റെ മറ്റു പേരാണ് നെമറ്റോസിസ്റ്റ്. നെമറ്റോസിസ്റ്റ് ഈ പേരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെമറ്റോസിസ്റ്റ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. വേർ ആർ നെമറ്റോസിസ്റ്റ് ഫൗണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് നെമറ്റോസിസ്റ്റ്? നെമറ്റോസിസ്റ്റ് എന്ന സാധനം എന്താ? നെമറ്റോസിസ്റ്റ് നെമറ്റോഡാണോ എന്നൊക്കെ ലൈക്ക് നോ. നെമറ്റോസിസ് ഇസ് ജസ്റ്റ് എ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ പ്രസൻറ്റ് ഇൻ നിഡോബ്ലാസ്റ്റ്, പ്രസൻറ്റ് ഇൻ നിഡേറിയ. ഓക്കെ, സോ ദിസ് ദ തിങ്. നമ്മൾ ആ രീതിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല. സോ നെമറ്റോസിസ്റ്റ്. നോ, present on tentacles of the body. Nidoblasts are used for anchorage. എന്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്? ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ഫോർ ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, ഇതുമല്ല ഒരു ഹുക്ക് പോലെയാണുള്ളത്. ഈ ടെൻറ്റക്കിൾ, ഈ ജെല്ലി ഫിഷ്, നമ്മുടെ ലൈക്ക് ഇൻ ഓസ്ട്രേലിയ ദർ ഓർ ലോട്ട്സ് ഓഫ് ജെല്ലി ഫിഷ് ആക്സിഡൻസ് ആർ ബീങ് റിപ്പോർട്ടഡ് ഇയർലി. ഒരുപാട് ജെല്ലി ഫിഷ് അറ്റാക്സ്, ലൈക്ക് ജെല്ലി ഫിഷ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യില്ല. ലൈക്ക് സംടൈംസ് ഇഫ് യു ആർ ഇൻ ജെല്ലി ഫിഷ് ഇൻഫെസ്റ്റഡ് വാട്ടർ വിൽ ബി ദ ഇൻ ലൈക്ക് ഓസ്ട്രേലിയ അതുപോലത്തെ കൺട്രീസിലെല്ലാം സീലെല്ലാം ഇങ്ങനത്തെ ജെല്ലി ഫിഷ് ഒരുപാടുണ്ട്. സോ ജെല്ലി ഫിഷ് നമുക്ക് കാണുമ്പോൾ പാസീവ്, ഇനാക്റ്റീവ്, അതുപോലെ വലിയ എഫക്റ്റീവ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഒരു ടെൻറ്റക്കിൾ ജസ്റ്റ് നമ്മുടെ മേളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ എന്ത് പറ്റുന്നു? ഈ നിഡോബ്ലാസ്റ്റ് ഉണ്ടല്ലോ, നിഡോബ്ലാസ്റ്റിനകത്ത് ആരുണ്ട്? നമ്മുടെ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളായ നെമറ്റോസിസ്റ്റ് ഉണ്ട്. നെമറ്റോസിസ്റ്റ് ഒന്ന് സ്റ്റിങ് ചെയ്യും. ഓക്കെ, അത് ലൈക്ക് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജസ്റ്റ് ഫോർ ആങ്കറേജ്, എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ, ജസ്റ്റ് നമ്മളൊന്ന് കുളത്തി വലിച്ച് പിടിക്കാറില്ലേ, ദാറ്റ് ഈസ് ദ നിഡോബ്ലാസ്റ്റ്. അത് ഒരു ആങ്കറേജ് പോലെ. അല്ലെങ്കിൽ ഫോർ ഡിഫെൻസ്, ഇതെന്നെ ആക്രമിക്കാൻ വരികയാണ്, സോ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കും. നിഡോബ്ലാസ്റ്റ് സ്റ്റിങ് പോയ്സൺ ആവും ഇതിനകത്ത്, ഈ പോയ്സണ് ഇഞ്ചെക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫോർ അറ്റാക്ക് ഓഫ് പ്രേ, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു പ്രേ ആണ്, ഇതെൻ്റെ ഭക്ഷണമാണ്, ഫുഡാണ്, ഇതെനിക്ക് എന്തായാലും വേണം. സോ ആ രീതിക്കും എടുക്കുന്നുണ്ട്. സോ ദിസ് ആർ ഈ 3 ഫംഗ്ഷനാണ് എന്തിനുള്ളത്? ലൈക്ക് ഫോർ നിഡോബ്ലാസ്റ്റിന് ഉള്ളത്. നൗ സോ ഈ ഫംഗ്ഷൻ പഠിക്കണം. വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് നിഡോബ്ലാസ്റ്റ്? ഫോർ ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് പ്രേ. നെക്സ്റ്റ്, നിഡേറിയൻസ് എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. നേരത്തെ പറഞ്ഞു സെല്ലുലാർ ലെവൽ, ഇവിടെ ടിഷ്യൂ ലെവൽ ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണെന്നും പറയുന്നുണ്ട്. ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ്, മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞു. അവിടെ ഓസ്റ്റിയയിലൂടെ അകത്ത് വരുന്നു, ഓസ്കുലത്തിലൂടെ പുറത്തു പോകുന്നു. ബട്ട് ഹിയർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ആൻഡ് ഒരു സിംഗിൾ ഓപ്പണിംഗ് on it. Okay, single opening on it, mouth on hypostome. Okay, single opening, mouth on hypostome. And so digestion is extracellular and intracellular. ഞാൻ പറഞ്ഞില്ല, എംഫസിസ് കൊടുക്കേണ്ട പോയിന്റ്സ് ഞാൻ അപ്പോൾ പറയുന്നുണ്ട്. നേരത്തെ എന്തായിരുന്നു? ഡൈജഷൻ ഇസ് ഇൻട്രാസെല്ലുലാർ. ഹിയർ ഇസ് ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാസെല്ലുലാർ, രണ്ട് ഭാഗത്തുണ്ട്. Some of the Nidarians, example corals, have a skeleton composed of calcium carbonate. കോറൽസ് കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയ സ്കെലിട്ടൺ അടങ്ങിയതാണ് ആര്?
like some of the cnidarians. Corals are example of cnidaria, and they exhibit what? The skeleton composed of calcium carbonate. Cnidarians exhibit two basic body forms ഉണ്ട്. ഏത്? പോളിപ്സ് ആൻഡ് മെഡൂസ. പോളിപ്പ് ആൻഡ് മെഡൂസ നമുക്ക് ഇത് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് ഇസ് സെസൈൽ. നോ ഗൈസ്, നോ രക്ഷ. എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ബട്ട് നോട്ട് എ ബിഗ് ചേഞ്ച്, വലിയ ചേഞ്ച് വരുത്തിയിട്ടില്ല അതിനകത്ത്. സോ സംടൈംസ് കുറച്ച് ഞാൻ വീണ്ടും ഓഫ് ആയും. അഡ്വാൻസ്ഡ് സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഓൾറൈറ്റ് ദെൻ. നൗ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിണ്ടായിരുന്നത്? ഇതാണ് ആ ഫ്ലോ നഷ്ടപ്പെടും. ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. സോ ഒബീലിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സെസൈൽ ഫോംസ് ആണ്. ഏത്? സെസൈൽ ഫോംസ് ആർ പോളിപ്സ്. നെക്സ്റ്റ് ഫ്രീ മൊബൈൽ ഈവൻ്റ് ആണ്, അല്ലെ ഫ്രീ മൊബൈൽ സെക്ഷൻസ് ആണ്. ഏത്? ലൈക്ക് ദ ഒറീലിയ കാണിക്കുന്ന, ജെല്ലി ഫിഷ് കാണിക്കുന്ന മെഡൂസ. സോ ഒബീലിയ എന്നൊരു സാധനം, ഒബീലിയ എന്നൊരു നിഡേറിയൻ വർഗം. അതിനെന്ത് സംഭവിക്കുന്നു? ദേ ഷോ ബോത്ത് ദീസ് ഫോംസ്. സെസൈൽ പോളിപ്പ് ഫോം ഉണ്ട്, അതുപോലെ മൊട്ടൈൽ മെഡൂസ ഫോം ഉണ്ട്. ദേ ജസ്റ്റ് ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്തത്. എങ്ങനെ? ലൈക്ക് ദ പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷലി. ഇവിടെ നോക്കുന്നു, ദിസ് ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷലി ആൻഡ് മെഡൂസ ഫോംസ് പോളിപ്സ് സെക്ഷലി. ഇത് ഓർത്ത് വെക്കാൻ ഞാൻ ഒരു ചെറിയ മെത്തേഡ് പറഞ്ഞുതരാം. പോളിപ്പ്, ഹിയർ ലുക്ക് അറ്റ് ദിസ് പോളിപ്പ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു പോളിപ്പ് ഉണ്ടായിരുന്നു, ഒബീലിയയുടെ പോളിപ്പ് സെക്ഷൻ. ഓക്കെ, ഇതിൻ്റെ സീബഡ് പോളിപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടെൻഡക്കിൾ. ഇതിലെന്ത് പറ്റി? ഒരിക്കൽ കട്ടായി പോയപ്പോൾ ഈ സാധനം എന്താ, ഇത് കട്ടാവുന്നത് എങ്ങനെയാണ്? ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചു. ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ഇത് എന്തായി? ഒരു ഫ്രാഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഫ്രാഗ്മെൻറ്റ് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഫ്രാഗ്മെൻറ്റ് പെട്ടെന്ന് ടെൻഡക്കിളെല്ലാം വന്ന് ഒരു അൺബ്രല ഷേപ്പായിട്ട് മെഡൂസ പോലെ മുകളിലോട്ട് പോയി. ഇറ്റ് ഫോംഡ് എ ജെല്ലി ഫിഷ്. ഓക്കെ, ഇത് കേസ് കാണുന്നത് ഒബീലിയയിൽ മാത്രമാണ്. ഒബീലിയ. ഓക്കെ, നൗ ദിസ് ഇസ് എ മെഡൂസ, ദിസ് ഇസ് എ പോളിപ്പ്. ഈ മെഡൂസ വേറൊരു മെഡൂസയെ കണ്ടു. ഇവർ തമ്മിൽ മേറ്റ് ചെയ്തു.
എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു കുട്ടി ഉണ്ടായി. അത് നേരെ ഡെപ്പോസിറ്റ് ചെയ്തു ഓൺ ദ സീ ബെഡ്. ഈ സീ ബെഡ് ഡെപ്പോസിറ്റ് ചെയ്ത സാധനം പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഇത് അടുത്ത സെസൈലായിട്ട് വളർന്നു. എന്നിട്ട് ഇത് വീണ്ടും ബ്രേക്കായി മുകളിലോട്ട് പോയി. ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. സോ വാട്ട് ഹാപ്പൻ ഹിയർ? പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷുവലി ആൻഡ് മെഡൂസ പ്രൊഡ്യൂസ് പോളിപ്സ് സെക്ഷുവലി ബൈ മേറ്റിംഗ്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷുവലി വൈൽ മെഡൂസ പ്രൊഡ്യൂസ് പോളിപ്സ് സെക്ഷുവലി. സോ ദിസ് ഇസ് ദ തിങ്. ദിസ് ഇസ് ദ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് പറയാം. ഞാൻ പഠിച്ചിരുന്ന കോഡ് എന്താണെന്ന് വെച്ചാൽ PAPGM. PAPGM. P എന്ന് വെച്ചാൽ ഫൈസാലിയ. എന്താ പറയുക? ഫൈസാലിയ, ആദംസിയ, then പെന്നാറ്റുല, ഗോർഗോണിയ ആൻഡ് മിയാൻഡ്രിന. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിൻ്റെ കോമൺ ടേമും കൂടി പഠിക്കണം. ഫൈസാലിയ എസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ദെൻ ആദംസിയ സീ ആനിമോൺ. Then Penatula, sea pen, easy, sea pen, Penatula, sea pen. Gorgonia, sea fan. Meandrina is brain coral. Okay, so I hope you understand എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. ഓക്കെ, PAPGM. ഫൈസാലിയ നമ്മൾ എന്താണ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ പറയാൻ കാരണം എന്താ? ഫൈസാലിയുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇഫ് യു ആർ സോ ക്യൂരിയസ് യു ക്യാൻ ടേക്ക് ഗൂഗിൾ സം പിക്ചേഴ്സ് ഓഫ് ഫൈസാലിയ. അതെന്താ വെച്ചാൽ പഴയ പോർച്ചുഗീസ് പടക്കപ്പലൊക്കെ ഉണ്ട്. ആ പടക്കപ്പലിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഫൈസാലിയക്ക് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പേര് വന്നത്. ദാറ്റ്സ് വൈ. ദെൻ സീ ആനിമോൺ, ആദംസിയ, മോസ്റ്റ് കോമൺ വൺ. നമ്മൾ ഹൈഡ്ര എന്ന് പറയുന്ന പോലെ സീ ആനിമോൺ ഇസ് ഓൾസോ വെരി കോമൺ. നെക്സ്റ്റ് പെനാറ്റുല, സീ പെൻ. ഗോർഗോണിയ, സീ ഫാൻ. ദെൻ മിയാൻഡ്രിന is brain coral. So these are the 5 examples. So I hope you understand. ഇതാണ് നമ്മുടെ സീലൻഡ്രേറ്റ ഓർ നിഡേറിയ. ഈസി സെക്ഷൻ അല്ലേ, പെട്ടെന്ന് തീർന്നു നമ്മൾ. സോ ഇതെന്താ നമുക്കൊന്ന് പറയാം. ആൻഡ് ബാറ്ററി സ്ലോ, സോ ഇതൊന്ന് പോവാണ്. ഓക്കെ, ഈ ഫിഗേഴ്സ് എല്ലാം മനസ്സിലായില്ലേ? ഫിഗേഴ്സ് എല്ലാം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് ഫിഗേഴ്സ്. സോ അത് പോയി, ഗോ ബാക്ക് ടു ചാർജിലേക്ക് എടുക്കാം. ആൻഡ് മീ വൈൽ വി ക്യാൻ റിവൈസ് വാട്ട് ഈസ് നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം. ഇങ്ങനെ റിവിഷൻ ചെയ്ത് പഠിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫൈലം സീലൻഡ്രേറ്റ ഓർ നിഡേറിയ. ഫൈലം സീലൻഡ്രേറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ. ഓക്കെ, ഇനി ഇത് 2 ഫോംസ് ഉണ്ട്. ഏതൊക്കെ 2 ഫോംസ് പറയാൻ പറ്റും? സെസൈൽ ആൻഡ് മൊട്ടൈൽ. സെസൈൽ നമുക്ക് എന്താ പറയാൻ പറ്റും? സെസൈൽ ഇറ്റ്സ് കോൾഡ് പോളിപ്സ് ആൻഡ് മൊട്ടൈൽ ഇറ്റ് ഇസ് കോൾഡ് മെഡൂസ. ആൻഡ് ദേ ആർ ഫ്രീ ലിവിങ്, ഫ്രീ സ്വിമ്മിങ് ആൻഡ് ദേ ആർ റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ്. നമ്മൾ നേരത്തെ ഒരു പിക്ചർ കണ്ടിരുന്നു, ലൈക്ക് സീ ആനിമോൻ്റെ അല്ലെങ്കിൽ ഹൈഡൻ്റെ പിക്ചർ. ദേ ആർ സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് മുറിക്കാൻ പറ്റും. അതുപോലെ ജെല്ലി ഫിഷിനെയും നമുക്ക് ഏത് പ്ലെയിനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കട്ട് ഇറ്റ് ഇൻ ആൻഡ് വി ഗെറ്റ് 2 equal halves. സോ ഇറ്റ് ഈസ് റേഡിയലി സിമെട്രിക്കൽ. നെക്സ്റ്റ് വൺ, ദ നെയിം നിഡേറിയ. നമ്മൾ എന്തുകൊണ്ട് നിഡേറിയ എന്ന് വിളിക്കാൻ കാരണം എന്താ? നിഡേറിയ വിളിക്കാൻ കാരണം എന്താ മക്കളെ? ബിക്കോസ് ദർ ഇസ് a special type of cell called nidoblast present in the tentacles. ഈ നിഡോബ്ലാസ്റ്റിനകത്ത് എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് നോൺ ആസ് നെമറ്റോസിസ്റ്റ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? 3 ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഫംഗ്ഷൻ ഏതൊക്കെയാണ് മക്കളെ? പറയൂ. ഫസ്റ്റ് വൺ ജസ്റ്റ് ആങ്കറേജ്, എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടി ആങ്കറേജ്, അല്ലെങ്കിൽ ഫോർ ലൈക്ക് ഡിഫെൻസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൈക്ക് ക്യാപ്ചറിങ് ഓഫ് പ്രേ. ഈ 3 യൂസ് ആണ് എന്ത്? നെമറ്റോസിസ്റ്റ് പ്രസൻറ്റ് ഇൻ ദ നിഡോബ്ലാസ്റ്റ് പ്രസൻറ്റ് ഇൻ നിഡേറിയ. ഇത് അകത്ത് ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി എന്താ പറയുന്നത്? ലൈക്ക് ദ നിഡേറിയ എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്, ലൈക്ക് ദ ബേസിക് ടേംസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് what the tissue level of organization. Next, they have a central gastrovascular cavity. ഞാൻ നേരത്തെ ഒരു മറ്റ് സെസൈൽ പോളിപ്പിൻ്റെ കേസ് എടുത്ത് ഞാൻ പറഞ്ഞു. they have a gastrovascular cavity and ഇവിടെ എന്താ ഉള്ളത്? they have a single opening called mouth on hypostome. okay, single opening called mouth on hypostome. that's the thing. മറ്റൊരു എന്താ പറഞ്ഞിരുന്നത്? ലെവർ ഓസ്റ്റിയ ഉണ്ടായിരുന്നു, ദെൻ സ്പോഞ്ചോസീൽ ഉണ്ടായിരുന്നു, പിന്നെ ഓസ്കുലം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എ സിംഗിൾ ബോഡി ക്യാവിറ്റി, അതിൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ഓക്കെ,
So next. Hi. Okay, hi Aslam. And then digestion is extracellular and intracellular. Some of the Nidarians, example, corals have a skeleton composed of calcium carbonate. Okay, so where were we? ചെറിയ ബ്രേക്ക് വന്നു, നമുക്കത് അൺഡിസ്റ്റ് ആക്കേണ്ടി വന്നു, കാരണം പബ്ലിക് ഐ ഡോണ്ട് നോ what are taking these classes. So some of the Nidarians, example, like corals have a skeleton composed of calcium carbonate. Nidarians exhibit two basic forms, like polyps and medusa are there. Polyp ആയിട്ടും മെഡൂസ ആയിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. The former is a sessile and cylindrical form like hydra and adamsia etc. Whereas the latter is a umbrella shaped ആയിരിക്കും, umbrella shaped structure ആയിരിക്കും ഉണ്ടായിരിക്കുക. And free swimming like Aurelia or jellyfish. Okay, നമുക്ക് പറഞ്ഞു, അതായത് മെഡൂസയുണ്ട്, പോളിപ്പ് ഉണ്ട്, ലൈക്ക് ഹൈഡ്ര ആദംസിയ പോലത്തെ പോളിപ്പ് ഫോംസ്, അല്ലെങ്കിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഏതൊക്കെയുണ്ട്, ലൈക്ക് ഒറീലിയ ഓർ ജെല്ലി ഫിഷ് അതുപോലത്തെ സാധനങ്ങളുണ്ട്. ആൻഡ് ദോസ് നിഡേറിയൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഫോംസ് എക്സിബിറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, മെറ്റാജനസിസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷലി, ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ച് അത് എന്നിട്ട് എന്ത് പറ്റുന്നു, മുകളിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് മെഡൂസ. Okay, and then medusa രണ്ട് തമ്മിൽ മേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, they produce polyp again. So medusa produce polyps sexually. Understand? So this is the alternation of generation. It is seen in Obelia. And the example, PAPGM, Physalia adamsia, then Penatula, Gorgonia and Meandrina. PAPGM. Physalia is the Portuguese man of war. Then adamsia, sea anemone. Then Penatula, sea pen. Gorgonia, sea fan, and Meandrina, brain coral. ഇത്രയധികം പറഞ്ഞാൽ you just excelled in what? You just excelled in Nidaria, coelenterates. So that's all about the phylum Nidaria. Is it clear? ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ ചാറ്റിനകത്ത്. യെസ്, ഓക്കെ, ഓൾ റൈറ്റ്. Now we move on to the next phylum. ഇങ്ങനെയുണ്ടോ, നമ്മൾ ഫൈലങ്ങൾ ഇങ്ങനെ കടത്തി വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫൈലം കഴിഞ്ഞു, രണ്ടാമത്തെ ഫൈലം കഴിഞ്ഞു, ഇനി അടുത്ത് മൂന്നാമത്തെ ഫൈൽ എടുക്കുന്നു. ഇങ്ങനെ ഒരു 10 ഫൈൽ എത്തിയാൽ ദിസ് ചാപ്റ്റർ. ഫൈൽ മാത്രമല്ല, പിന്നെ അതിന് ശേഷം കുറച്ച് ക്ലാസ് ഉണ്ട്, ബട്ട് ദോസ് ആർ വെരി ഈസി. നമുക്ക് ലൈക്ക് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും മോസ്റ്റ് ഓഫ് ദം. സോ ഇറ്റ്സ് വെരി ഈസി. ഓൾ റൈറ്റ്, നൗ നെക്സ്റ്റ് ഫൈലം ടീനോഫോറ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ കേട്ടോ. ഫാത്തിമ, ലഹാൽ, എനിവൺ, അസ്ലം, ആരായാലും. So I hope no doubts are there. Then we'll move on to the next section. Okay. So on to the next section. Phylum Ctenophora.
So we're talking about phylum Ctenophora. Ctenophores, commonly known as sea walnut or comb jellies. ഈ കോമൺ നെയിംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീ വാൾനട്ട് അല്ലെങ്കിൽ കോം ജെലീസ്. ഇൻഫാക്ട് സംടൈംസ് ടീനോഫോർക്ക് പകരം അവർ നേരെ ചെറിയ ചോദിക്കുക ഇൻ കോം ജെലീസ് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് കോം ജെലീസിൻ്റെ ലൈക്ക് കോം ജെലീസിലെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഫീച്ചർ ഇഫ് ഇറ്റ്സ് ദ ഡൈജഷൻ ഇസ് ഇൻട്രാസെല്ലുലാർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലൈക്ക് കോഴ്സ് വയ്ക്കാം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ടീനോഫോറ ടേം യു ക്യാൻ ജസ്റ്റ് ചൂസ് ദ സീ വാൾനട്ട് ഓർ കോം ജെലീസ് എന്ന് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. അനദർ ടേം എക്സ്ക്ലൂസീവ്ലി മറൈൻ. ബാക്കിയുള്ള പറഞ്ഞാൽ മോസ്റ്റ്ലി മറൈൻ ആയിരുന്നു, ബട്ട് ഹിയർ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഫ്രഷ് വാട്ടറിൽ ഇതിൻ്റെ പൊടി പോലും കാണാണ്ടാവില്ല ടീനോഫോറിൻ്റെ. സോ ഇറ്റ് ഇസ് റേഡിയലി സിമെട്രിക്കൽ ആൻഡ് ഡിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസം. ഇവിടെയും റേഡിയൽ സിമെട്രിക്കൽ ആണ്, ഡിപ്ലോപ്ലാസ്റ്റിക് ആണ്, വിത്ത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ടീനോഫോറ. റൈറ്റ്, ടീനോഫോറ സെയിം ആയിട്ട് തന്നെ കാണുന്നത്. നെക്സ്റ്റ്, സോ ദ ബോഡി ബിയർസ് 8 എക്സ്റ്റേണൽ റോസ്. ഇമ്പോർട്ടൻ്റ് ആണ്, 8 എക്സ്റ്റേണൽ റോസ്. 8 external rows of ciliated comb plates which help in locomotion, and digestion is both extracellular and intracellular. Okay, digestion both extracellular. നേരത്തെ പറഞ്ഞു, നേരത്തെ ലൈക്ക് നിഡേറിയയിലും ഇതുപോലെ തന്നെ ആയിരുന്നു ഡൈജഷൻ ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാസെല്ലുലാർ. ഫസ്റ്റ് സാധനം ഏതായിരുന്നു പോറിഫറ, അതിലേതായിരുന്നു ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. ബട്ട് ഹിയർ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ. The body bears 8 external rows. ഈ 8 എന്ന നമ്പർ മറക്കാൻ പാടില്ല. സോ വിൽ ജസ്റ്റ് 8 റൈറ്റ് ഹിയർ. ഇതന്നെ മതി. 1 2 3 4 5 6 7 8. സോ 8 comb plates. ഹിയർ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി 8 comb plates are present. Next, another very important thing, very much important, bioluminescence. Here red ഇല്ല. Bioluminescence, property of living organisms emit light, is well marked in ctenophores. Sexes are not separate. Reproduction takes only by sexual means. Okay, sexes are not separate. Same organs തന്നെ എന്താ ലൈക്ക് sexes ഉണ്ട്. Same organs, they are hermaphrodites. That means male and female are present on the same organism. And reproduction only takes place by sexual methods. Fertilization external and indirect development. So എല്ലാവരും ഒരു കൂട്ടിക്കുലുക്കം പോലെയാണ്. സോ നമുക്കതൊന്ന് സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഫോർ റിമെമ്പറിങ് എവറിത്തിങ്. നോക്കൂ, sexes not separate. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? റീപ്രൊഡക്ഷൻ only sexual method. Only sexual method. Fertilization external, and development indirect. മനസ്സിലായില്ലേ? Sexes are not separate. Reproduction only sexual. Fertilization is external and development is indirect. Digestion കൂടി പറയാം, then the column is complete. Digestion both intra and extra. Okay, so സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ വിൽ നെവർ കൺഫ്യൂസ് ഇറ്റ് എനിത്തിങ്. നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഇനി ഓർമ്മ വരും. ലൈക്ക് ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, then development indirect, then reproduction എങ്ങനെ? only by sexual methods. എന്നാൽ sexes are not separate. ഓക്കെ, ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് സൈഡിൽ എഴുതി വെച്ചാൽ ഇറ്റ് വുഡ് ഹൈലൈറ്റ് us. നമ്മൾ ഇങ്ങനെ ഒരുപാട് കാണുന്ന പകരം നമ്മൾ പെട്ടെന്ന് ഈ പോയിന്റ്, തൽക്കാലം ഈ പോയിന്റ് മാത്രം പഠിച്ചു പോകാം, അങ്ങനെ ആലോചിക്കും. സോ അങ്ങനെ 5 പോയിന്റ് മാത്രം നമ്മൾ തലയിൽ നിൽക്കും. 5 പോയിന്റ് തല്ലിന്നാൽ മതി, ദാറ്റ്സ് ഇനഫ്. ആൻഡ് എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയട്ടെ, ഇതിൽ എല്ലാ എക്സാമ്പിളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ എംഫസിസ് കൊടുത്ത് തന്നെ പഠിക്കണം. പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. ടീനോഫോറ, ടീനോപ്ലാന. അതുപോലെ പ്ലൂറോബ്രാക്കിയ ഇസ് എ ടീനോഫോറ ഈവൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫൈലം ടീനോഫോറ. ഓക്കെ, ഇനി ടീനോഫോറ വെച്ചൊന്ന് പറയാം. ടീനോഫോറ വെച്ച് പറയുന്നത് എന്താ ഇതിൽ പറയാനുള്ളത്? So Ctenophores commonly known as sea walnuts or comb jellies. Comb jellies വിളിക്കാൻ കാരണം എന്താ? അതിന് എന്തുണ്ട്? 8 comb plates are present. 8 comb plates present around the body. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ലൈക്ക് വാട്ട് ഇറ്റ്സ് സിമിലാരിറ്റി വിത്ത് ദ
സീലിൻഡ്രേറ്റ് ആയിട്ട് എന്താ ഇതിന് പ്രത്യേകത ഉള്ളത്? ദേ ഹാവ് വാർ റേഡിയലി സിമെട്രിക്കൽ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ആൻഡ് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. നെക്സ്റ്റ് ദ ഡൈജഷൻ, ഇറ്റ്സ് ബോത്ത് എക്സ്ട്രാ സെല്ലാർ ആൻഡ് ഇൻട്രാസെല്ലാർ. നമ്മുടെ സൈഡിൽ എഴുതിയ പോയിന്റ്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഡൈജഷൻ എന്തായിരുന്നു? എക്സ്ട്രാ സെല്ലാർ ആൻഡ് ഇൻട്രാസെല്ലാർ. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞാൽ എന്താ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ ഓൺലി സെക്ഷൽ മെത്തേഡ്സ്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഓൺലി സെക്ഷൽ മെത്തേഡ്സ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? നെക്സ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇൻഡയറക്റ്റ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ടീനോ പ്ലാന. ഈ 4-5 പോയിന്റുകളിൽ നമ്മൾ ടീനോ പ്ലാന മൊത്തം പറഞ്ഞു. പിന്നെ എക്സാമ്പിൾസ് എന്താ? പ്ലിയൂറോബ്രാക്കിയ ആൻഡ് ടീനോ പ്ലാന. ഇത് രണ്ടുമാണ് എക്സാമ്പിൾസ് ഉള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്ലിയർ അബൌട്ട്. ഓക്കെ, ടീനോ ഫോറ ഇസ് ഓവർ. പറഞ്ഞില്ലേ, നമ്മൾ ഫൈലങ്ങളിൽ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, സീനാണോ? So phylum Platyhelminthes. Okay, so here they have dorso-ventrally flattened body. Platyhelminthes ആദ്യം നിങ്ങൾ എക്സാമ്പിൾ ഓർത്തിച്ച ശേഷം പിന്നെ ആദ്യമൊക്കെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയാൽ മതി. ഇത് നോക്കൂ, ലിവർ ഫ്ലൂക്ക് ആൻഡ് ടേപ്പ് വേം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് കാണാൻ ചാൻസ് കുറവല്ലേ? യെസ്, ടേപ്പ് കാണാൻ ചാൻസ് കുറവാണ്. അതായത് ലൈക്ക് ആക്ച്വലി നമ്മൾ മെഷറിങ് ടേപ്പില്ലേ ഏകദേശം അതുപോലെ ഉണ്ടാവുക. ലൈക്ക് ഇറ്റ് വുഡ് ബി സോ തിൻ, ക്ലോസ്ലി അപ്രസ്ഡ് ആയിരിക്കും, എന്നാൽ ഇറ്റ് വുഡ് ബി സോ ലോങ് ഓൾസോ. ടേപ്പ് ബോം ക്യാൻ ഈവൻ ബി സോ എന്ന് വെച്ചാൽ വളരെയധികം ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോർ ദാൻ മീറ്റേഴ്സ് കണക്കിന് വലുപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ടേപ്പ് ബോംസ് എല്ലാം. ആൻഡ് ലിവർ ഫ്ലൂക്കിനെ ഞാനും കണ്ടിട്ടില്ല, ടേപ്പ് കണ്ടിട്ടുണ്ട്. സോ ഹിയർ ലുക്ക് അറ്റ് ദിസ് phylum Platyhelminthes. They have a dorso-ventrally flattened body, hence are called flatworms. Platyhelminthes ഒരു ഫ്ലാറ്റ് പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, സോ ഇറ്റ് കോൾഡ് flatworms. Dorso-ventrally flattened body. They are mostly endoparasites found in animals including human beings. Flatworms are bilaterally symmetrical. ഇത്ര നേരം പറഞ്ഞ റേഡിയലി സിമെട്രിക്കൽ അല്ലേ, ഇവിടെ ചേഞ്ച് ചെയ്തു, ബൈലാറ്ററലി സിമെട്രിക്കൽ. ട്രിപ്ലോബ്ലാസ്റ്റിക്, ദാറ്റ്സ് ദ മേജർ ചേഞ്ച്. ഇത്ര നേരം ഡിപ്ലോബ്ലാസ്റ്റിക് പറഞ്ഞുകൊണ്ടിരുന്നത്, നൗ ഇറ്റ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ആൻഡ് അസീലോമേറ്റ് ആനിമൽസ്, നേരത്തെ അസീലോമേറ്റ് ആയിരുന്നു, ഇപ്പോൾ അസീലോമേറ്റ് തന്നെ. ഓക്കെ, അസീലോമേറ്റ് ആനിമൽസ് വിത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം അല്ല, ഓർഗൻ ലെവൽ. തൊട്ട് മുമ്പ് പറഞ്ഞ ടിഷ്യൂ ആയിരുന്നു, ആദ്യം പറഞ്ഞ സെല്ലുലാർ ലെവൽ. പോറിഫറൈസ് സെല്ലുലാർ ലെവൽ. Then Cnidaria and Ctenophora are tissue level. Here Platyhelminthes is organ level. Organ system alla, organ level. Organ level of organization. Then next, hooks and suckers. Hooks and suckers are present for what? Hooks and suckers are present in the parasitic forms. Some of them absorb nutrients from the host directly through their body surface. Body surface through direct എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. Specialized cells called flame cells are present in osmoregulation and excretion. Very important. Flame cells help in osmoregulation and excretion. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഫ്ലെയിം സെൽസ് എന്തിന്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലെയിം സെൽസ് ആർ പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ഓസ്മോറെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഇനി വീണ്ടും നമ്മുടെ കാര്യങ്ങൾ സൈഡിൽ എഴുതിക്കാം, ഡോണ്ട് വറി. സെക്സ്, ഓ നോ, sexes are not separate. പിന്നെ അടുത്തത് ഫെർട്ടിലൈസേഷൻ. നേരത്തെ എന്തായിരുന്നു? ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരുന്നു, എന്നാൽ ഇവിടെ ഇറ്റ് ഇസ് ഇന്റേണൽ. ദെൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ? ഡെവലപ്മെൻറ്റ് ത്രൂ ലാർവൽ സ്റ്റേജ്. ഇൻഡയറക്റ്റ് ആണ്, ത്രൂ മെനി ലാർവൽ സ്റ്റേജ്. Okay, and last, this point you should remember this point here. Some members like planaria possess high regeneration capacity.
പ്ലാനേറിയ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും അതിൻ്റെ ഒരു തുമ്പുണ്ടായാൽ പോലും അതെന്ത് ചെയ്യും, ആ തുമ്പിൽ നിന്നും ദറ്റ് ക്യാൻ റീജനറേറ്റ് ഇറ്റ്സ് ഹോൾ ബോഡി. ദാറ്റ്സ് വൈ വി കോൾ ദ പ്ലാനേറിയ ഹാസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് പ്ലാറ്റിഹെൽമിന്തസ്. കണ്ടോ, ഇതിലൊക്കെ എന്തോ ആകെ ഒന്നും പറയുന്നില്ല, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, പഠിക്കാനാണെങ്കിൽ ഇത്ര പഠിക്കാനുള്ളൂ ഇതിനകത്തൊക്കെ. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ദേ ഹാവ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആയിരിക്കും, ഹെൻസ് ആർ കോൾഡ് ഫ്ലാറ്റ് വേംസ്. Okay, and these are like mostly endoparasites found in animals including human beings. Human beings ആയാലും ആനിമൽസിലായാലും എല്ലാം നമുക്ക് കാണാറുണ്ട്. ഓക്കെ, ഇതൊന്ന് ഞാൻ ചാർജ് ചെയ്ത് നോക്കട്ടെ. സ്പേസ് ട്രാൻസിഷൻ കണ്ടോ, ലോ ബാറ്ററി 5%. ഓ മൈ ഗോഡ്. ഓക്കെ, ഓൾ റൈറ്റ്. So, phylum Platyhelminthes. They have dorsoventrally flattened body. Hence are called flatworms. Okay, flatworms വിളിക്കാൻ കാരണം they have dorsoventrally flattened body ആയതുകൊണ്ടാണ്. Next, these are mostly endoparasite found in animals. Okay, ആനിമൽസിൽ കാണുന്ന ഒരു എൻഡോപാരസൈറ്റ് ആണ് നമ്മൾ ഇത് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, കാരണം ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ഫാസിയോള, ലിവർ ഫ്ലൂക്ക് ആൻഡ് ടേപ്പ് വേം. ടേപ്പ് വേംസ് ഇൻഡസ്ട്രിയൽ ടേപ്പ് വേംസ്. അത് കാരണം പല ടൈപ്പ് ഡിസീസ് എല്ലാം വരാം. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് തിങ്, ബട്ട് നോട്ട് എല്ലാപ്പോഴും ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, ടേപ്പ് വേംസ്. ആൻഡ് സോ ഫ്ലാറ്റ് are bilaterally symmetrical. നോക്കൂ, bilaterally symmetrical ആണ്. ആൻഡ് വ്യത്യാസം എന്താ, ഇറ്റ് ഹാസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ ഇറ്റ് ഹാസ് ട്രിപ്ലോബ്ലാസ്റ്റിക് സിസ്റ്റം ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. ദെൻ വാട്ട് യു സേ അബൌട്ട് സീലം എന്താ, അസീലോമേറ്റ് ആണ്. ഇത് 4 പോയിന്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അടുത്തെന്താ പറഞ്ഞത്, നെക്സ്റ്റ് ഇതെങ്ങനെ, ഇതിൻ്റെ കുറച്ച് എന്താ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ലൈക്ക് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. അതാണ് പാരസിറ്റിക് അഡാപ്റ്റേഷൻ ചോദിക്കുമ്പോൾ വി ഷുഡ് റൈറ്റ് hooks and suckers are present in what? Are present on the surface of the platyhelminthes. Okay, platyhelminthes flatworms il undu. Some of them absorb nutrient from the host directly through the body surface. Body surface il direct aayittu nammal nutrients ne valichedukkum aa platyhelminthes. Now next thing, specialized cells called flame cells help in osmoregulation and excretion. Very important, flame cells. Flatworms flame cells. Okay, FF, flatworms flame cells. So എന്ത് പറയുന്നു, ഫ്ലെയിം സെൽസ് ആർ പ്രസന്റ് ഇൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടും അതുപോലെ എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം സെൽസ് യൂസ് ചെയ്തത്. നെക്സ്റ്റ്, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. നമ്മൾ സൈഡിൽ എഴുതി സെക്സസ് നോട്ട് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ നേരത്തെ എന്ത് പറഞ്ഞു, ഇന്റേണൽ അല്ല, നേരത്തെ എക്സ്റ്റേണൽ പറഞ്ഞു, ഇവിടെ ഇന്റേണൽ. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ്, ഇവിടെ ഇൻഡയറക്റ്റ്, ബട്ട് ത്രൂ മെനി ലാർവൽ സ്റ്റേജസ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇറ്റ് പോസസ് സം ഓർഗാനിസംസ് ലൈക്ക് പ്ലാനേറിയ പോസസ് ഹൈ റീജനറേറ്റീവ് കപ്പാസിറ്റി. ഓക്കെ, ഹൈ റീജനറേറ്റീവ് കപ്പാസിറ്റി. നമ്മൾ ഏത് രീതിക്ക് കട്ട് ചെയ്താലും അത് പിന്നെ ആ ചെറിയ പൊട്ടിൽ നിന്നും ഇറ്റ് വുഡ് ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ ബോഡി. ഓക്കെ, പ്ലാനേറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ മഴക്കാലത്തൊക്കെ ഉണ്ടായി വരുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ വീട് തന്നെ കണ്ടിട്ടുണ്ട് പ്ലാനേറിയൊക്കെ. അതിനെ കട്ട് ചെയ്ത് നോക്കി, പക്ഷേ ഇല്ല, പക്ഷേ ഞാൻ വലിയ എഫക്റ്റ് ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ കട്ട് ചെയ്ത പ്ലാനേറിയ തന്നെ അല്ലേ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. ഓക്കെ, ദെൻ സോ എക്സാമ്പിൾസ്, ടേനിയ ടേപ്പ് വേം ആൻഡ് ഫാസിയോള ലിവർ ഫ്ലൂക്ക്. മാർക്ക് ചെയ്ത് ടേനിയ, ടേപ്പ് വേം, ഫാസിയോള ലിവർ ഫ്ലൂക്ക്. ഇങ്ങനെ എന്ത് വേണ്ടായിരുന്നു, എന്നെ കുഞ്ഞു രീതിയിൽ വേണ്ടിയിരുന്നു. ഓക്കെ, so that's the end of phylum Platyhelminthes. And we still got time. ഞാൻ പ്ലാറ്റിഹെൽമിന്തസ് വരെ എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ടൈം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എടുത്താലോ, ഒരു ഫയലും കൂടി. ആക്ച്വലി ഇന്ന് ഷെഡ്യൂൾ ചെയ്ത ലൈക്ക് 1:45 വരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1:45 ഐം സോറി 2:45 വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഗോട്ട് ടൈം. സോ വാട്ട് ഷുഡ് വി ഡു ഗൈസ്, പറയൂ. ഒരു ആസ്കൽമിൻസ് കൂടി എടുക്കട്ടെ. ആസ്കൽമിൻസ് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആസ്കൽമിൻസ് എടുക്കണമെങ്കിൽ? ഓക്കെ ഓൾറൈറ്റ്, ആസ്കൽമിൻസ് എടുക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ആസ്കൽമിൻസ്.
ഓക്കെ വന്നു. സോ അബൌട്ട് ആസ്റ്റൽമിന്തസ്. ആസ്റ്റൽമിന്തസ് പറയുകയാണെങ്കിൽ ദ ബോഡി ഓഫ് ആസ്റ്റൽമിന്തസ് ഇസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. ഓക്കെ, ബോഡി ഓഫ് ആസ്റ്റൽമിന്തസ് ഇസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. ഇത്രയും നേരം തൊട്ട് മുമ്പ് പറഞ്ഞ സാധനം എന്താ? ഫ്ലാറ്റ് വേംസ്. ദർ വാസ് ജസ്റ്റ് ഫ്ലാറ്റ്, ഡോർസോവെൻട്രലി ഫ്ലാറ്റൻ ബോഡി ആയിരുന്നു. ബട്ട് ഹിയർ ആസ്റ്റൽമിന്തസ് ഇസ് റൗണ്ട് വേം, വട്ടത്തിലായിരിക്കും. ഓക്കെ, വട്ടത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ എ സർക്കുലാർ ആൻഡ് ക്രോസ് സെക്ഷൻ, ഹെൻസ് ദ നെയിം റൗണ്ട് വേംസ്. ദേ മേ ബി വാട്ട്, ഇത് ഓർത്തിച്ചോളൂ, ദേ മേ ബി ഫ്രീ ലിവിങ് ആവാം, അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഓർ പാരസിറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. 4 ഫോം പറഞ്ഞു. ഫ്രീ ലിവിങ് ആവാം, അല്ലെങ്കിൽ എന്താവാം, അക്വാട്ടിക് ആവാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആവാം, അല്ലെങ്കിൽ പാരസിറ്റിക് ആവാം. എന്തൊക്കെ? പ്ലാന്റ്സിലും ആവാം, ആനിമൽസിലും പാരസിറ്റിക് ആവാം. സോ ഇറ്റ് മേ ബി ഫ്രീ ലിവിങ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ ഓർ പാരസിറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നൗ roundworms have organ system level of body organization. ഓർഗൻ സിസ്റ്റം ലെവൽ, തൊട്ട് മുമ്പ് പറഞ്ഞത് ഓർഗൻ ലെവലായിരുന്നു, ഇവിടെ ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, സോ നമ്മൾ കണ്ടു ഇവിടെ നൗ വി ആർ ജസ്റ്റ് കമ്പയറിങ് എവറിത്തിങ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച സാധനം വെച്ച് നമ്മൾ കമ്പയർ ദാറ്റ്സ് എവറിത്തിങ്. മനസ്സിലായില്ലേ എങ്ങനെയാണ് ആനിമൽ കിങ്ഡം പഠിക്കണേ എന്നുള്ളത്? ഫസ്റ്റ് ഒരു സാധനം പഠിക്കുക, എന്നിട്ട് അത് വെച്ച് ബാക്കിയുള്ളത് നമ്മൾ കമ്പയർ ചെയ്യാം. സോ roundworms have organ system level of body organization. They are bilaterally symmetrical ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സ്യൂഡോസീലോമേറ്റ് ആനിമൽസ് ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞത് അസീലോമേറ്റ് ആനിമൽസ്. ഇവിടെ നമ്മൾ പറഞ്ഞ പെക്യുലർ സ്ട്രക്ചർ ഓഫ് ആസ്റ്റൽമിന്തസ് ഇസ് സ്യൂഡോസീലോമേറ്റ്. സ്യൂഡോസീലോമേറ്റ് എന്നാൽ എന്തായിരുന്നു? ലൈക്ക് നമ്മൾ പറഞ്ഞു മീസോഡം ആർ ഫൗണ്ട് ആസ് സ്കാറ്റേഡ് പൗച്ചസ്. സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ടായിരിക്കും നമ്മൾ കാണുക. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞത്. സ്യൂഡോസീലോമേറ്റ് ഇസ് എ പെക്യുലർ സ്ട്രക്ചർ, പെക്യുലർ ഫീച്ചർ ഓഫ് ആസ്റ്റൽമിന്തസ്. ആസ്റ്റൽമിന്തസ് കാണുന്നത്. എലിമെൻ്ററി കനാൽ ഈസ് കംപ്ലീറ്റ് വിത്ത് എ വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. ഇത് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഓർത്തിച്ചോളൂ. എലിമെൻ്ററി കനാൽ ഈസ് കംപ്ലീറ്റ് വിത്ത് എ കംപ്ലീറ്റ് ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. ആൻഡ് എക്സ്ക്രീറ്ററി ട്യൂബ് റിമൂവ്സ് ബോഡി ട്യൂബ്. ഇവിടെ നോക്ക്, എക്സ്ക്രീറ്ററി ട്യൂബാണ്. എക്സ്ക്രീറ്ററി ട്യൂബ് റിമൂവ്സ് ബോഡി വേസ്റ്റ് ഫ്രം ദ ബോഡി ക്യാവിറ്റി ത്രൂ എക്സ്ക്രീറ്ററി പോർ. ദേ ഹാവ് എക്സ്ക്രീറ്ററി പോർ ഓൾസോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മുടെ മറ്റു കാര്യങ്ങൾ ഏതൊക്കെ? സെക്സസ്. അവിടെ ഫിഗറിൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ആൻഡ് ഫെർട്ടിലൈസേഷൻ. Fertilization is internal fertilization. Development, direct or indirect? Development, direct or indirect. Did you understand? മനസ്സിലായില്ലേ? So here what we say, sexes are separate. ആദ്യം ഇങ്ങനെ പറയാം, സെക്സ് ആർ സെപ്പറേറ്റ്. പിന്നെ ഇങ്ങനെ പറയാം, ലൈക്ക് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്ട്. വ്യത്യാസമുണ്ട്, കാരണം ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഓക്കെ, ആൻഡ് മെയിൽസിൽ ലാസ്റ്റ് കണ്ടോ ഈ ഒരു ഹുക്ക് പോലെ, ഇറ്റ്സ് നോട്ട് ഗിവൻ NCERT ഐ ഗസ്. ഇല്ല, NCERT കൊടുത്തിട്ടില്ല. സോ അത് വേണ്ട വിട്ടേക്കും. സോ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അങ്ങനെ നമുക്ക് ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാം മെയിൽസിനെയും ഫീമെയിൽസിനെയും എന്ത് ആസ്റ്റൽമിന്തസ് റൗണ്ട്വർംസ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ, അസ്കാരിസ് റൗണ്ട്വർം, ബുച്ചറേറിയ ഫെയിലേറിയം ആൻഡ് അങ്കൈലോസ്റ്റോമ ഹുക്ക്വർം. ഓക്കെ, ഇത് മൂന്നും ഹ്യൂമൻ ബോഡിക്ക് അകത്തുണ്ടാവുന്നതാണ്. ആൻഡ് ദേ മൂവ് 3 of them causes diseases also. roundworms, they are actually sometimes they are in mild amounts ഒക്കെ ആണെങ്കിൽ they are some useful, but major amounts ആണെങ്കിൽ it is very like harmful to the body. നമുക്ക് ഭയങ്കര ലൈക്ക് എന്താ പറയുക, ഇൻഡൈജഷൻ ഒക്കെ സംഭവിക്കും. നമുക്ക് ബോഡിക്ക് അഡിക്വേറ്റ് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ബിക്കോസ് എന്താ, നമ്മൾ കഴിക്കുന്ന മൊത്തം ഇവരെല്ലാം എടുത്ത് കഴിക്കുകയല്ലേ. സോ നമുക്കൊന്നും കിട്ടുന്നില്ല. ദാറ്റ്സ് വൈ. സോ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഇസ് ഫൈലം ആസ്റ്റൽമിന്തസ്. ഓക്കെ, സോ ഫൈലം ആസ്റ്റൽമിന്തസ് നമുക്കൊന്ന് പറയാം. സോ ഫൈലം ആസ്റ്റൽമിന്തസ്. ദ ബോഡി ഓഫ് ആസ്റ്റൽമിന്തസ് എന്താണ്? ആസ്റ്റൽമിന്തസ് കോൾഡ് റൗണ്ട് വേം. പേരിലുണ്ട് റൗണ്ട് വേം. ദാറ്റ് മീൻസ് ഇറ്റ്സ് ബോഡി ഈസ് റൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലാറ്റ്. ഫ്ലാറ്റ് വേംസ് എന്തായിരുന്നു? ഫ്ലാറ്റ് ആയിരുന്നു. ഹിയർ ഇറ്റ് ഇസ് റൗണ്ട്, സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ഹെൻസ് ദ വേം റൗണ്ട് വേംസ്. ദേ മേ ബി 4 ടൈപ്പ് പറഞ്ഞു. ഫ്രീ ലിവിങ് ആവാം, അല്ലെങ്കിൽ അക്വാറ്റിക് ആവാം, ടെറസ്ട്രിയൽ ആവാം, അല്ലെങ്കിൽ എന്താ പാരസിറ്റിക് ആവാം ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ 4 രീതി പറയാം. ആൻഡ് നെക്സ്റ്റ്, roundworms have organ system level of organization. തൊട്ട് മുമ്പ് പറഞ്ഞത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. നൗ ഇറ്റ്സ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ഇറ്റ്സ് വാട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ദെൻ സിമെട്രി, ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ്.
These are pseudocoelomate animals. Okay, pseudocoelom is found only in this one അസ്റ്റൽമിനസിൽ മാത്രമേ നമുക്ക് സ്യൂഡോസീലം കാണുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പ് അസീലോമേറ്റ്സ് ആയിരുന്നു, തൊട്ട് ശേഷം ഇറ്റ്സ് സ്യൂഡോസീലോമേറ്റ്. സോ സ്യൂഡോസീലോമേറ്റ്സ് തൊട്ട് കഴിഞ്ഞിട്ട് ട്രൂ സീലോമേറ്റ്സ്. സ്യൂഡോസീലം കാണുന്നത് അസ്റ്റൽമിനസിൽ മാത്രമാണ്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ്? എലിമെൻ്ററി കനാൽ ഇസ് കംപ്ലീറ്റ് വിത്ത് എ വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. Then an excretory tube removes body waste from the body cavity through the excretory pore. എക്സ്ക്രീറ്ററി പോർ കൂടെ ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫ്ലെയിം സെല്ലെല്ലാം പറഞ്ഞു. ഇവിടെയും ശരിക്കും സ്പെഷ്യലൈസ് സെൽസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ബിയോണ്ട് NCERT ലെവൽ. ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഫോക്കസിങ് ഓൺ ഇറ്റ്. അത് ഇതുവരെ ചോദിച്ചിട്ടുമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ പറയില്ല, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോകുമ്പോൾ അവർ ജസ്റ്റ് ഒരു NCERT പഠിച്ചാൽ പോരാ, കുറച്ചധികം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ക്വസ്റ്റിന് വേണ്ടി അവർ ഒരുപാട് ഔട്ട് പഠിപ്പിക്കുന്നു. എസ്പെഷ്യലി ഇൻ ദിസ് ചാപ്റ്റർ ആനിമൽ കിങ്ഡം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ഏതെങ്കിലും വല്ല കുട്ടികളുടെ നോട്ട് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് എക്സ്ട്രാ നമ്മൾ പഠിക്കുന്നത് കാണാം. ഓക്കെ, അതിനൊന്നും ഒരു ആവശ്യമില്ല. കാരണം ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചോദിച്ചു, അത്രയേ ഉള്ളൂ എക്സ്ട്രാ ആയി ചോദിക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടി എത്ര പഠിക്കുന്ന അറിയോ, ആ പഠിക്കുന്ന നേരം വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും ഉപകാരം ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ നോട്ട് എംഫസൈസിങ് ഓൺ എനി ഓഫ് ദ ഔട്ടർ. NCERT മാത്രം പഠിച്ചു നോക്കുക. NCERT നല്ല പക്ക വൃത്തിക്ക് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഡൗട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഞാൻ കുറച്ച് മെറ്റീരിയൽസ് തന്നത്. ആ മെറ്റീരിയൽസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആനിമൽ കിങ്ഡം വരെ തന്നിട്ടുണ്ട്. ആനിമൽ കിങ്ഡം ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആവില്ല. സോ നമ്മൾ എടുക്കുന്നവരെ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നൗ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കുക? എങ്ങനെ? ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഓക്കെ, പിന്നെ മെയിൽസിൽ അറ്റത്തൊരു ഹുക്ക് പോലെ ഉണ്ട്, ഹുക്ക് പറയേണ്ട കാര്യമില്ല. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. നെക്സ്റ്റ്, സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആൻഡ് ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. വരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇതിൻ്റെ വ്യത്യാസം എന്തായിരിക്കും? സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ. ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ്റെ കേസിലാണെങ്കിൽ, ലൈക്ക് നമുക്ക് ഇൻറ്റേർണലാണ്. അതായത് ദ മെയിൽ ഗാമറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് ഫീമെയിൽ ഗാമറ്റ് ത്രൂ കോപ്പുലേഷൻ ഓർ അതർ മെത്തേഡ്സ്. അതുവഴി മെയിൽ ഗാമറ്റ് റീച്ചസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഗാമറ്റ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് വിത്തിൻ ദ ബോഡി ഓഫ് ഫീമെയിൽ ഗാമറ്റ്. ദാറ്റ്സ് വാട്ട് വി കോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. നൗ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് സം ഫിഷസിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആംഫീബിയൻസ് ഒക്കെ എല്ലാം അങ്ങനെ, ഫ്രോഗൊക്കെ ആദ്യം ഫീമെയിൽ ഓക്കെ. സോ എന്താ പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെ വെച്ചാൽ, ഒരു ഫീമെയിൽ ഫ്രോഗ് വന്നിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു, എഗ് അല്ലെങ്കിൽ ഓവം ഒരു അധികം ഫ്ലോ ഇല്ലാത്ത ഒരു ലൈക്ക് പോൺസ്, കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ലൈക്ക് മോർ ചുവച്ച് ഒരു പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഭാഗത്ത് അങ്ങനെയൊക്കെ വെക്കുക. അവിടെ ആദ്യം എഗ് ഇട്ട് വെക്കും അല്ലെങ്കിൽ ഓവം വെക്കും. എന്നിട്ട് മെയിൽസ് വന്നിട്ട് അതിൻ്റെ സ്പേംസ് അതിൻ്റെ മുകളിലോട്ട് റിലീസ് ചെയ്യുക, not inside the body of the female. That's what we call in the external fertilization. Okay, here in this case it is internal fertilization. That means the male and female should copulate each other. അവിടെ ഒരു കോപ്പുലേഷൻ നടന്നതിന് ശേഷം ദ മെയിൽ ഗാമേറ്റ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ഫീമെയിൽ ബോഡി. എന്നിട്ട് ഫീമെയിൽ ബോഡിക്ക് അകത്ത് എത്തിയിട്ട് അകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. ആൻഡ് ഇൻ മോസ്റ്റ് ഇവർ പിന്നെ ദീസ് ആർ നോട്ട് വിവി പാരസ്, ഓൾ ആർ ഒവി പാരസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ എന്നിട്ട് ഈ അസ്കാരിസ് എല്ലാം പ്രസവിക്കല്ല ചെയ്യുന്നത്. ദേ ആർ നോട്ട് അണ്ടർഗോയിങ് എനി ലേബർ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ദേ ജസ്റ്റ് അവിടെ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദേ റിലീസ് ഔട്ട് എഗ്. ഫീമെയിൽസ് റിലീസ് ഔട്ട് ദ എഗ് ആൻഡ് ദീസ് എഗ് ഹാച്ചസ് ഔട്ട്. എന്നിട്ട് പുറത്ത് വരുന്ന സാധനം എന്തായിരിക്കും, ലാർവ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലാർവ അണ്ടർഗോൾസ് മോൾട്ടിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് മെറ്റാമോർഫോസിസ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് എന്ത് പറ്റുന്നത്, ഒരു അഡൽട്ട് ഫോമിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോറി. ഫെർട്ടിലൈസേഷൻ ഇൻഡയറക്റ്റ്, ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ്, യങ് വൺസ് റിസംബിൾ ദ അഡൽട്ട്. ഓക്കെ, ഇൻഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലൈക്ക് ലാർവക്ക് പകരം വരുന്നത് നേരിട്ടൊരു കുഞ്ഞ് അസ്കാരിസ് നേരിക്കും, അസ്കാരിസ് തന്നെ ഒരു കുഞ്ഞ് അസ്കാരിസ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ആ അസ്കാരിസ് വളർന്ന് വലുതായി അങ്ങനെ ഉണ്ടാവുന്നു. ഞാൻ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ്, അസ്കാരിസ്, വൂച്ചറേറിയ ആൻഡ് അങ്കേലോസ്റ്റോമ, AWA, അവ. സോ അസ്കാരിസിന് മറ്റു പേരാണ് എന്ത്, റൗണ്ട് ബേം, അസ്കാരിസ് റൗണ്ട് ബേം. ദെൻ വൂച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയാറുണ്ട്. ഫൈലേറിയ പറയുമ്പോൾ നമ്മൾ എന്താ എലിഫൻറ്റിയാസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, ലൈക്ക്
എലിഫൻറ്റാസിന് മലയാളം ഇപ്പം എന്തായിരുന്നു? മന്താണ് തോന്നുന്നു എലിഫൻറ്റാസിന് മലയാളം. തിങ്ക് മന്ത് പരത്തുന്ന ഒരു ലൈക്ക് ചെറിയ ബാങ്ക്രോഫ്റ്റ്. ദെൻ അങ്കേലോസ്റ്റോമ മന്തല്ല ത്രൂ ചെറിയൊരു പേരെന്തൊക്കെയാണ് എലിഫൻറ്റാസിസ് ഐ ഡോണ്ട് നോ. അങ്കേലോസ്റ്റോമ ദെൻ ഹുക്ക് വോംസ്. ഇതൊക്കെയാണ് ലൈക്ക് ദ ടിപ്പിക്കൽ റൗണ്ട് വോംസ് പ്രസൻറ്റ്. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഫൈലം അസ്കെലിംതസ്റ്റിയോ. സോ എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഫാത്തിമ, ലഹാൽ, ആരെങ്കിലും പറഞ്ഞോളൂ. അസ്ലാം, ആരെങ്കിലും പറഞ്ഞു? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഇതുവരെ എടുത്തതില്ലോ അല്ലെങ്കിൽ ലൈക്ക് എനിത്തിങ് അബൌട്ട് ദ കോഴ്സ് ഓർ എനിത്തിങ്, എന്ത് ഡൗട്ട്സ് ഉണ്ടോ, എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. യു ഗോട്ട് 5 minutes. Anyone, anything, doubts? No doubts? എന്താണ് ചോദിക്കുക? എന്തും ചോദിച്ചോളൂ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. ഐ ഗെസ് ഓക്കെ. എനിവേ ഒരു കാര്യം പറയാം, ലൈക്ക് ടുമോറോ 9 o'clock ഉണ്ടാവില്ല. 9 o'clock ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ മേ ബി ആഫ്റ്റർനൂൺ സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എല്ലാ ഡേയ്സിലും ഇത് വ്യത്യാസം ഉണ്ടാവും. ലൈക്ക് ദ നമ്പർ ഓഫ് hours ഐ ആം ടേക്കിംഗ്. ലൈക്ക് ഇപ്പം ഇന്നൊക്കെ കുറച്ച് അധികം ടൈം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എടുത്തത്. ഇന്നലെ നല്ല ഫ്രീ ഉണ്ടായിരുന്നു, ബട്ട് നാളെ ഫ്രീ അല്ല. സോ ദാറ്റ്സ് വൈ. ആൻഡ് ഇങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റാത്ത ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ലൈക്ക് ദീസ് വീഡിയോസ് വിൽ ബി അൺലിസ്റ്റഡ് ഇൻ ദ യൂട്യൂബ് ചാനൽ. സോ യു ക്യാൻ വാച്ച് അക്കോർഡിംഗ്ലി. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കാണാൻ പറ്റും. Okay, so I guess that's it. So bye guys, all the best. ഇന്നത്തെ പഠിക്കുക. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കുക. നമ്മൾ എന്തൊക്കെ അടിച്ചു? നമ്മൾ പ്ലാൻ കിങ്ഡം മൊത്തം കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ആൻഡ് ആനിമൽ കിങ്ഡം ഓൾമോസ്റ്റ് ഹാഫ് എന്ന് പറയാനായിട്ടില്ല, ബട്ട് ഒരു 40% എത്തിയിട്ടുണ്ട്. ആൻഡ് സോ ഓൾ ദ ബെസ്റ്റ്. ചെയ്യാം. ബൈ. നോ ഡൗട്ട്സ്, എവരിത്തിങ് ക്ലിയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സി യു ടുമോറോ. നാളത്തെ ക്ലാസ്സിന് ടൈമിങ് നാളെ പറഞ്ഞിട്ട്. ഏതായാലും ഉച്ചവരെ ക്ലാസ് ഉണ്ടാവില്ല. ഉച്ചവരെ ആർക്കുണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഇൻഫോം യു. ഓക്കെ, താങ്ക് യു.